Good morning everyone. Welcome to Ada 24/7 Malayalam channel. എൻ്റെ പേര് റിൻറ്റു. Welcome to the Hindu Editorial Analysis of 23rd December 2021. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മോർണിംഗ് സെഷനിലേക്ക്. അപ്പോൾ ഡെയിലി ഹിന്ദു എഡിറ്റോറിയൽ സെഷൻ മോർണിംഗ് 9 to 10 AM നടക്കാറുണ്ട്, മൺഡേ ടു ഫ്രൈഡേസ്. അപ്പോൾ വെൽക്കം ടു അവർ സെഷൻ. നമ്മുടെ സെഷൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നു ആർട്ടിക്കിൾസ്, അതിൽ ഇംഗ്ലീഷ് വൊക്കാബ്സ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നു, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന്. 2 ആർട്ടിക്കിൾസ് സാധാരണ വരാറുണ്ട്, ബട്ട് അതിലെ മെയിൻ ആർട്ടിക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനു മുമ്പ് നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഇന്നത്തെ നോക്കും. ഇന്ന് എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ദെൻ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് നോക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നു നമ്മുടെ ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾ അനാലിസിസ്, ആർട്ടിക്കിൾ ഓഫ് ദി ഡേ നോക്കുന്നു. എന്നിട്ട് നമ്മൾ സ്പോട്ട് ദയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം നിന്ന് ഹോംവർക്ക് ഡിസ്കസ് ചെയ്യും ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് തരും. ദാറ്റ്സ് ഹൗ വി ഡു അവർ സെഷൻ. And this session will be really helpful for you for your comprehensive skills, improve ചെയ്യാൻ പറ്റും. റീഡിങ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, അതുപോലെ നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്കൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബ്. സോ വെൽക്കം ടു അവർ സെഷൻ വൺസ് അഗൈൻ. എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ക്രിസ്മസ് ഒക്കെ അടുത്ത് എത്തി അല്ലേ? ഇങ്ങനെ പോകുന്നു ക്രിസ്മസിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട്. ക്രിസ്മസ് ഒക്കെ അടുക്കുന്നതിൻ്റെ അടുത്ത് എല്ലാവരും ഓർത്തിരിക്കുക, ആസ് എവറി ഡേ ഐ ഇൻഫോം യു, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കുക. ഒമിക്രോൺ കേസുകൾ കൂടിയിട്ടുണ്ട് കേട്ടോ. സോ വി ഹാവ് ടു ബി വെരി മച്ച് വിജിലൻറ്റ്. നമുക്കത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ അത് തന്നെയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ഒരുപാട് കാത്തിരുന്ന് ടെൻറ്റേറ്റീവ് ഡേറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. 27 ഫെബ്രുവരിയിൽ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ടെൻറ്റേറ്റീവ് എക്സാം നടക്കുമെന്ന് ഒരു ഡേറ്റ് നമ്മുടെ ഹൈക്കോർട്ട് റിക്രൂട്ട്മെന്റ് ബോർഡ് തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്റേഴ്സൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. സെൻറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് മാറിത്തരും ബിക്കോസ് ഓഫ് കോവിഡ് ഒമിക്രോൺ കേസസ്. പിന്നെ ടെൻറ്റേറ്റീവ് എൻ്റെ അർത്ഥം തന്നെ അറിയാലോ, ഇപ്പോൾ ടെമ്പററി ആയിട്ട് പറഞ്ഞേക്കാണ്. മേ ബി അങ്ങോട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്, കാര്യങ്ങൾ എന്തെങ്കിലും പ്രതികൂലമായിട്ട് വന്നാൽ. സോ ദാറ്റ്സ് ഇറ്റ്, ലെറ്റ് സ്റ്റാർട്ട്. ഇപ്പം നമുക്കിനി പ്രിപ്പറേഷന് സമയമുണ്ട്, ഓർത്ത് വെച്ചോളാം. ഇപ്പോഴും നമുക്ക് നമ്മുടെ മുമ്പിൽ ഇനിയും 65+ ഡേയ്സ് ഉണ്ട്. സോ റിമെമ്പർ ടു ലേൺ, പ്രാക്ടീസ് ഡെയിലി. അപ്പോൾ നമ്മുടെ കോഴ്സുകൾക്കെല്ലാം 12% ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പുതിയൊരു 60 days ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് സ്റ്റോറിൽ അപ്പിയർ ആവും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാമെന്നുള്ള നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മറക്കണ്ട, Y314 എന്നതിൻ്റെ കോഡ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. Ada 24/7 ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കയറാം. നമുക്ക് ഒരുപാട് കോഴ്സുകളുണ്ട്. പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് അടിച്ചു കൊടുത്താൽ ഈ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ +2 മെയിൻസിൻ്റെ ക്രാഷ് കോഴ്സ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് 28-ാം തീയതി മുതൽ റെഗുലർ ടോപ്പിക്സ് എല്ലാം കൂടി ആയിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സ് പോകും. ആൻഡ് ദെൻ RRC ഗ്രൂപ്പ് ഡിയുടെ 50 day ക്രാഷ് ബാച്ച് വരുന്നുണ്ട്. അത് 31-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് റെയിൽവേയുടെ ആണ്, റെയിൽവേ കോർപ്പറേഷൻ്റെ ആണ്. താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാൻ നല്ല ഒരു അവസരമാണ്. ഡോണ്ട് മിസ് ഇറ്റ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ KSന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് ബി പ്രിപ്പയർഡ് അല്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ നോക്കാം. ലെറ്റ്സ് ബി ദ ഏർലി ബേർഡ്സ്. അപ്പോൾ KSന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ 10th പ്രിലിംസിൻ്റെ ബാച്ച് വരുന്നുണ്ട്. ജനുവരി 10-ാം തീയതി വരുന്നുണ്ട്. VFA, ബെവറേജ് LD, ഡിപ്പോ വാച്ചർ, മുനിസിപ്പൽ ഗവൺമെൻറ്റ്സ് എല്ലാത്തിനും കൂടിയ ഒരു ഡീറ്റെയിൽ ബാച്ചാണ് വരാൻ പോകുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ കോട്ട്. വാട്ട് ഈസ് നോട്ട് സ്റ്റാർട്ടഡ് ടുഡേ ഇസ് നെവർ ഫിനിഷ് ടുമോറോ. അപ്പം നാളെ നീളെ മാറ്റി വെക്കുക. ഇന്ന് ആരംഭിച്ചില്ലെങ്കിൽ നാളെ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റില്ല. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഏതൊക്കെയാണോ നിങ്ങൾ മാറ്റി വെച്ച കാര്യങ്ങൾ ഇന്ന് തുടങ്ങാം. ഓക്കെ, മാറ്റണ്ട കേട്ടോ നമുക്കിനി. ഓൾ റൈറ്റ്, യെസ്, ക്ലിയർ ആണോ? യെസ്, ഓൾ റൈറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പറയാം, 2 ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ 2 ആർട്ടിക്കിളും ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ്. ഒന്ന്, നമ്മുടെ ഇന്ത്യൻ ഫിഷർമെനെ ശ്രീലങ്കയിൽ പിടിച്ചു വെച്ചേക്കാണ്. അത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ശ്രീലങ്കൻ നമ്മൾ ട്രോളിങ്ങിനെതിരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോസ്റ്റൽ ഏരിയാസിൽ വരുമ്പോൾ പ്രോബ്ലംസ് വന്ന് ഇന്നുപോലെ അല്ലാതെ പ്രോബ്ലം എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് ആർട്ടിക്കിൾ. ബട്ട് അതല്ല നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. നമ്മൾ വായിക്കാൻ പോകുന്നത് കുറച്ചുകൂടെ സീരിയസ് ആയ ഇഷ്യൂ ആണ്. ദാറ്റ് ഈസ് ഒമിക്രോൺ കേസസ് കൂടി വരികയാണ്.
ഇന്ത്യയിൽ കേസുകൾ വന്നു ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര, ഡൽഹി പോലെ ഏരിയയിലാണ്. പിന്നെയും തൊട്ട് പുറകെ തന്നെ തെലങ്കാനയുണ്ട്, കർണാടകയുണ്ട്, ദെൻ കേരളയുണ്ട്, തമിഴ്നാടുണ്ട്, കേരളയുണ്ട്, പിന്നെ അവസാനം ഏതാണ് ഗുജറാത്ത്. അപ്പം ആലോചിച്ച് നോക്കുക, നമ്മൾ കേരളവും അവരുടെ കൂടെ ഒരു അഞ്ചാമതൊക്കെ എത്തി നിൽപ്പുണ്ട്. സോ വി ഹാവ് ടു ബി വെരി മച്ച് വിജിലൻറ്റ്. അതാണ് വീണ്ടും പറയുന്നത്. ആദ്യത്തെ നമ്മൾ ബാക്ക് ടു സീറോയിൽ എത്ത പോലെ തോന്നുന്നുണ്ടോ നമ്മൾ? പക്ഷെ അത്ര സ്പ്രെഡാണ് കൂടുതലുള്ളൂ. സോ കരുതലാണ് വേണ്ടത്. വിജിലൻ്റ് ആയിട്ടിരിക്കുക, അലേർട്ട്നെസ് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസിലോട്ട് പോകാം. റിറ്റ് ലാർജ്. അപ്പോൾ ആദ്യത്തെ വേർഡ് ഫ്രേസ് പിടിച്ചോളൂ, റിറ്റ് ലാർജ്. റിറ്റ് ലാർജ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആൻഡ് ഒബ്വിയസ്. ഇറ്റ്സ് ലിഡ് ലാർജ്, ഇറ്റ്സ് റിറ്റ് ലാർജ് ഓൺ യുവർ ഫേസ്. അതിൻ്റെ മുഖത്ത് ക്ലിയർ ആണല്ലോ, എവിഡൻ്റ് ആണല്ലോ, അല്ലേ? കൃത്യമായിട്ട് കാണാം, എടുത്ത് കാണത്തക്ക ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ സേ റിറ്റ് ലാർജ് എന്ന് പറയാം കേട്ടോ. ദാറ്റ് ഈസ് എ ഫ്രേസ്, ഓർത്ത് വെച്ചോളാം. പിന്നെന്താ അമ്മല്ലേ, അതെന്താ ഡൗട്ട്? നമ്മൾ ഇടയിലെ തരുന്ന നോട്ട്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ? കംപ്ലീറ്റ്ലി നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. പഠിച്ചെടുക്കണം, മനസ്സിലായോ? അതുപോലെ നോട്ട്സ് ഉപയോഗിക്കാൻ മാത്രമല്ല, അത് പഠിച്ചെടുക്കുകയും കൂടി ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് അമ്മ. ഓക്കെ, സോ അപ്പോൾ പറഞ്ഞ പോലെ റിറ്റ് ലാർജ് ഓർക്കുക, ക്ലിയർ ആൻഡ് ഒബ്വിയസ്. രണ്ടാമത്താണ് വീൻ അവേ. വീൻ അവേ എന്ന് പറഞ്ഞാൽ മേക്ക് സംബഡി ഗ്രാജുവലി സ്റ്റോപ്പ് ഡിപ്പെൻഡിങ് ഓൺ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആശ്രയിക്കുന്ന പരിപാടി നിർത്തിക്കളയാം. ആരെങ്കിലും മേക്ക് സംബഡി സ്റ്റോപ്പ്, ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതിനെ നമുക്ക് പറയാം വീൻ അവേ എന്ന് പറയാം. യു ആർ മേക്കിംഗ് സംബഡി ഗ്രാജുവലി, പയ്യെ ടു സ്റ്റോപ്പ് ഡിപ്പെൻഡിങ് ഓൺ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആശ്രയിക്കുന്നത് നിർത്തിക്കുക, അതിനെയാണ് ഈ പറയുന്ന വീൻ അവേ എന്ന് പറയാം. സോ റിമെമ്പർ ദാറ്റ്. ഓക്കെ, യെസ്. ഗുഡ് മോർണിംഗ് സൗമ്യ, ഗുഡ് മോർണിംഗ്. സോ അപ്പോൾ ഓർത്ത് വെക്കുക, നെക്സ്റ്റ് വേർഡ് ഇസ് സോർട്ട് ഔട്ട്. സോർട്ട് ഔട്ടിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് നമുക്കറിയാം, സോർട്ട് ഔട്ട് മീൻസ് ടു ഡീൽ വിത്ത് സംതിങ് സക്സസ്ഫുൾ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്യാം. I'll sort out the issue, I'll sort out the trouble, I'll sort out the problem. മനസ്സിലായി? That's it, sort out. വേറൊരു കാര്യമുണ്ട്, സോർട്ട് ഔട്ട് ദ തിങ്സ് ബിഫോർ ദി പാർട്ടി. ഓർഗനൈസ് ദ തിങ്സ്, അല്ലേ? സോർട്ട് ഔട്ട് ചെയ്ത് അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ സോർട്ട് ഔട്ട് ദ തിങ്സ്? ക്യാൻ യു ഹെൽപ്പ് മീ സോർട്ട് ഔട്ട് ദ ഫയൽസ്? ഇതർത്ഥം എന്താ? ഓർഗനൈസ് ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്നാണ്. സോ ഓർഗനൈസ് തിങ്സ് എന്നൊരു അർത്ഥമുണ്ട് സോർട്ട് ഔട്ടിന്. അതേപോലെ ഡീൽ വിത്ത് സംതിങ് സക്സസ്ഫുള്ളി. രണ്ടും ഒരുപോലെയാണ്, അല്ലേ? രണ്ടും പെർഫെക്റ്റ് ആക്കുക, ഓക്കെ ആക്കുക എന്നുള്ളതാണ് അർത്ഥം. അത് ഓർത്ത് വെച്ചാൽ മതി. സോർട്ട് ഔട്ട് കേട്ടോ. ഓക്കെ. ആൻഡ് എപ്പോഴും കോമൺ ആയിട്ട് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച വാക്കാണ് ബോൺ ഓഫ് കണ്ടൻഷൻ. കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഡിസ്പ്യൂട്ട്, ഡിസഗ്രിമെൻ്റ് ഒക്കെയാണ്, നമുക്കറിയാം, ക്വാറലൊക്കെയാണ്. അപ്പോൾ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഓർ ഡിസഗ്രിമെൻറ്റ്. കോസ് ഓഫ് ക്വാറൽ എന്നൊക്കെ നമ്മൾ പറയില്ല, ഒറ്റയടിക്ക് പറഞ്ഞാൽ കോസ് ഓഫ് ക്വാറൽ. അപ്പോൾ ഓപ്ഷനായിട്ട് വരുന്ന എപ്പോഴും ഇത് തന്നെ ആവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. കോസ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ കോസ് ഓഫ് ക്വാറൽ എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷനിൽ വരാം, ഓർത്ത് വെച്ചോണം. ഒരുപാട് തവണ വന്ന, ഫോർ എക്സാമ്പിൾ, ഇത് എപ്പോഴും പറയാറുണ്ടല്ലേ, കശ്മീർ is the bone of contention between India and Pakistan. അല്ലേ? പാകിസ്ഥാൻ ഇന്ത്യയുടെയും ഒരു ക്വാറലിന് കോസ് ആയിട്ട് നിൽക്കുന്നത് എപ്പോഴും ഇതാ കശ്മീരാണ്. അതുപോലെ തന്നെ പലസ്തീന് ഒരു ഇതാണ് ബോൺ ഓഫ് കണ്ടൻഷൻ. ആരുടെയാണ്? ഇസ്രായേലിൻ്റെയും ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അല്ല, പലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും ബോൺ ഓഫ് കണ്ടൻഷൻ ആണ് നമ്മുടെ ഇത് ജെറുസലേം. യെസ്, ജെറുസലേം ഇസ് ദി ബോൺ ഓഫ് കണ്ടൻഷൻ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ നമ്മുടെ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ പാലസ്തീൻ ആൻഡ് ഇസ്രായേൽ, അല്ലേ? ജെറുസലേം ആണ് അവിടെ. അതുപോലെ സെയിം കാര്യം ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് അടുത്തത് ടേക്ക് ഇൻ ടു അക്കൗണ്ട്. ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൺസിഡർ സംതിങ് വെൻ മേക്കിംഗ് ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ടേക്കിംഗ് സംതിങ് ഇൻ ടു അക്കൗണ്ട്. ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓർക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണിത്, ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഫ്രേസ് തന്നെയാണ്, യൂസേജ് ആണ്, ഓർത്ത് വെച്ചാൽ മതി. ടേക്ക് ഇൻ ടു അക്കൗണ്ട്, കൺസിഡർ സംതിങ് വെൻ മേക്കിംഗ് എ ഡിസിഷൻ. ഒരു കാര്യം തീരുമാനം എടുക്കുന്നതിന് മുമ്പ്. ഓക്കെ, ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസസ്. വിമൻ ഷുഡ് ട്രൈ ടു ബി ഇൻഡിപെൻഡന്റ് ആൻഡ് വീൻ എവേ ആസ് ഫാർ ആസ് പോസിബിൾ. വീൻ എവേ വാട്ട്? അതാണ് വീൻ എവേക്ക് ഒരു ഒബ്ജക്റ്റ് ഇട്ട് കൊടുക്കുക. വീൻ എവേ വാട്ട്? വീൻ എവേ ഫ്രം ദ ഫാമിലി, ഡിപ്പെൻഡന്റ് ഫ്രം ദ ഫാമിലി, അത് കൊടുക്കുക കേട്ടോ, അങ്ങനെ കൊടുക്കാം. He started to wean away from the family. And that's it. Yes, പ്രസിദ്ധ പറഞ്ഞ പോലെ. Stop depending from the family. Okay. Okay, that's it. Then wean away correct ആണ്, യൂസേജ് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നുണ്ട്. ഹസ്ന, her idea of starting a new venture is lit raj. Okay, is clear അല്ല. Okay, obvious. Yes. Employees sort out.
the employee sort out അല്ല, employees വേണം ഐഷ. കാര്യം employees ആണെങ്കിൽ പ്ലൂരൽ, എംപ്ലോയി ആണ് ഒന്നല്ലേ ഉള്ളൂ, employees കൊടുക്കുക. employees പ്ലൂരൽ കൊടുത്താൽ കറക്റ്റായി. അല്ലെങ്കിൽ employee sorts out കൊടുക്കുക. sort out the things in cabin before the arrival of MD. അല്ലെങ്കിൽ sorted out, past ആണെങ്കിൽ sorted out വരണം കേട്ടോ, അതുകൊണ്ടാണ്. The case was writ large as the culprit was brought to light with clear evidence. Okay, great. Now it is writ large that fully vaccination, complete vaccination അല്ലെങ്കിൽ fully vaccinated, fully എന്ന് പറയുന്നത് നമ്മുടെ adverb ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ വേർബിനല്ലേ വാക്സിനേറ്റഡ് എന്നുള്ളതിനെ കൊടുക്കുക, fully vaccinated എന്ന് വരണം. അപ്പോൾ സോണിൽ അതിനൊന്ന് മാറ്റിക്കേ. Now it is writ large that full vaccination അല്ലെങ്കിൽ complete vaccination is imperative to fight against Omicron variant of coronavirus. കേട്ടോ, full vaccination കൊടുക്കുക കേട്ടോ. He sorted out the answer scripts for easy evaluation. Okay. Government took the Kashmir issue into account for the decision related to border issue with Pakistan. Okay. ഈ സെൻറ്റൻസ് എഴുതുന്നതിന് കുഴപ്പമില്ല, പക്ഷേ രണ്ട് ഇഷ്യൂ വരുന്നതിന് പകരം ഒരു ചെറിയൊരു മാറ്റം വേണേൽ കൊടുക്കാം. ദ ഗവൺമെന്റ് ടുക്ക് ദി കശ്മീർ ഇഷ്യൂ ഇൻ ടു അക്കൗണ്ട്, അല്ലെങ്കിൽ കശ്മീർ ഇഷ്യൂ ഇൻ ടു അക്കൗണ്ട് ഫോർ ദ ഡിസിഷൻ റിലേറ്റഡ് ടു ബോർഡർ ട്രബിൾ. ആ ഇഷ്യൂ എന്നുള്ള വേർഡ് തന്നെ രണ്ടാം റിപ്പീറ്റേഷൻ കൊടുക്കരുത്. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ എഴുതുമ്പോൾ കേട്ടോ ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. ബോർഡർ ട്രബിൾ, സംതിങ് ലൈക്ക് ദാറ്റ്. border problems with Pakistan. അങ്ങനെ the mother asked the child to sort out the vegetables. Okay. Baby should be weaned away from mom's milk after 1 year. Okay. Okay. All right. The court asked writ large evidence of the case to the advocate. അല്ലല്ല, അത് ശരിയല്ല, അത് ശരിയല്ല കേട്ടോ. എന്താണ് റിട്ട് ലാർജ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആൻഡ് ഒബ്വിയസ് എന്നാണ്. അത് എവിഡൻ്റ് ആണ്, കാണാൻ മാത്രം ഉണ്ട് എന്നുള്ള രീതിയിലാണ് വരിക. അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറച്ച് എക്സാജറേറ്റഡ് വേ ആണെന്ന് പറയും. ഓ, അത് മുഖത്തിന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയില്ലേ, അതൊരു ഇൻഫോർമൽ യൂസേജാ. അപ്പൊ ഈ യൂസേജുമായിട്ട് അത് കറക്റ്റ് വരില്ല ലച്ചു. അപ്പൊ എന്ത് പറയണം? കോർട്ട് ആസ്ഡ് ടു പ്രസന്റ്, അങ്ങനെ വേണം. കോർട്ട് ആസ്ഡ് ടു പ്രസന്റ് എവിഡൻസിന്റെ സ്പെല്ലിംഗ് EVIDENCE ആണ്, TS അല്ല കേട്ടോ. എവിഡൻസ് ഓഫ് ദ കേസ് ഇങ്ങനെ കൊടുക്കാം. ദ കോർട്ട് ആസ്ഡ് ടു പ്രസന്റ് writ large evidence. Court asked the advocate to present, അങ്ങനെ കൊടുക്കുക. Court asked the advocate പിന്നെ ഇവിടെ വന്നിട്ട് അവസാനം കൊടുക്കരുത്. Court asked the advocate to present the writ large evidence, അങ്ങനെ കൊടുക്കുക. After realizing the bad behavior, he went away with them. With them പറയില്ല കേട്ടോ, wean away from them. ഡിപ്പെൻഡൻസി ഒഴിവാക്കി പോവാണ് ചെയ്യുന്നത് കേട്ടോ, സ്റ്റോപ്പ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ stop from some ആണ് വരിക. Kashmir has been a bone of contention between India and Pak. Yes. Kashmir spelling is ശ്രദ്ധിക്കണേ. I wish to get a job to wean away from my husband. All right. He sought out the problem, which is laudable. Okay. Appreciable. Commendable. Okay. Okay. He sought out അല്ല, sorted out. Past tense അല്ലേ കാർത്തിക? The event management group sorted out the marriage ceremony beautifully. Okay. It's a bone of contention between us. Okay. 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 Fine. All right. All right. Clear? She writ largely, ഇല്ലില്ല, അത് വേർബായിട്ടല്ല ഉപയോഗിക്കുന്നത് യമുന. ഷീ ലിറ്റ് ലാർജ്ലി എക്സ്പ്ലെയിൻഡ് അല്ലല്ല, അത് വേർബായിട്ടല്ല ഉപയോഗിക്കുന്നത്. അവിടെ അത് കറക്റ്റ് അല്ല കേട്ടോ. റിറ്റ് ലാർജ് അവിടെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. എവിഡൻ്റ് ആണ്, ക്ലിയർ ആണെന്നുള്ള ഒരു അഡ്ജക്റ്റീവ് എക്സ്പ്രഷൻ ആയിട്ടാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ അങ്ങനെ ഉപയോഗിക്കരുത് കേട്ടോ, വേർബായിട്ട് ഉപയോഗിക്കരുത്. യു ഷുഡ് ടേക്ക് ദിസ് മാറ്റർ ഇൻ ടു അക്കൗണ്ട് സീരിയസ്ലി. ഓക്കെ. ഇറ്റ് ഇസ് ലിറ്റ് ലാർജ്ഡ്, ഇറ്റ് ഇസ് ലിറ്റ് ലാർജ്ഡ് എന്ന് പറയില്ല. It is writ large on her face when she tried to hide something. അങ്ങനെ. It is writ large on her face when she tried വേണ്ട, past tense ലോട്ട് കൊണ്ടുപോകണം. when she tried to hide something. അവൾ എപ്പോൾ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് അവളുടെ മുഖത്ത് എവിഡൻ്റ് ആയിരിക്കും എന്ന് അല്ലേ ഹസീൻ ഉദ്ദേശിച്ചേ? അപ്പം അങ്ങനെ കൊടുത്താൽ മതി. ഇറ്റ് ഇസ് writ large, ലാർജ്ഡ് കൊടുക്കല്ലേ, ഒരിക്കലും നമ്മൾ അഡ്ജക്റ്റീവിൻ്റെ കൂടെ ED കൊടുക്കില്ല കേട്ടോ. on her face when she tried to hide something. After 2 or 3 months of education, she weaned away from it. Okay. Markets pick up the threats after corona. Okay. Amalippade pick the threats at the It is writ large on her face that what happened yesterday. Okay. Principal's words are writ large to the pupils. Okay. After her continuous failure, she made an attempt to pick up the threats to face the obstacles and be a warrior of life. Okay. Okay. അടുത്ത നോക്കിയേ, ടേക്കിൻ്റെ അക്കൗണ്ട് കഴിഞ്ഞിട്ട് അവസാനത്തെയാണ് പിക്കപ്പ് ദ ത്രെഡ്സ്. പിക്കപ്പ് ദ ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് അഗൈൻ ആഫ്റ്റർ ഇൻട്രപ്ഷൻ. മൊത്തം എല്ലാം ഒരു ബ്രേക്കൊക്കെ ശേഷം നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങില്ലേ,
അതിനാണ് പിക്ക് അപ്പ് ദ ത്രെഡ്സ്. ത്രെഡ് എടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം നൂല് എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ, തുന്നാൻ തുടങ്ങുന്നേ ഉള്ളൂ, തയ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇനി വേണം നമുക്കൊരു ഇത് നെയ്യാൻ, അല്ലെ, ഒരു തുണി നെയ്തെടുക്കാനായിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. പിക്ക് അപ്പ് ദ ത്രെഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് അഗൈൻ ആഫ്റ്റർ ആൻ ഇന്ററപ്ഷൻ എന്നാണ് കേട്ടോ. സോ റിമെമ്പർ ദാറ്റ്. ഓക്കെ. Opposition parties have informed Kerala government to take into account for the silver project അല്ല, take into account the silver project. ഇങ്ങനെ കൺസിഡർ ചെയ്യുക, take into account the silver project which is going to implement underway. അങ്ങനെ. The teachers sorted out the fest in school. Okay. Mom decided to wean away from feeding baby by introducing solids in its diets. Okay. Great. Her success was writ large അല്ല കേട്ടോ സിജി, writ large അത്രേ ഉള്ളൂ. Her success was writ large to all her critics. It was writ large from her face that he did the mistake. Okay, all right. Mistake ഒക്കെ പറയുമ്പോൾ നമ്മൾ ഡിഡ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും യൂസ്ഡ് കമ്മിറ്റഡ് ആണ്. കമ്മിറ്റഡ് മിസ്റ്റേക്ക് എന്നാ പറയുന്നത് നമ്മൾ നോർമലി കേട്ടോ. I asked her husband's help to sort out the things. Okay. For picking up the threads in my career, I take into account my children's schooling. Okay. It is റിറ്റ് ലാർജ് കണ്ടോ, റൈറ്റ് അല്ല കേട്ടോ, റൈറ്റ് അല്ല, റിറ്റ് ആണ് കേട്ടോ കാർത്തിക. ഇറ്റ് ഈസ് റിറ്റ് ലാർജ് ദാറ്റ് ഹി ഈസ് നോട്ട് ഗോയിങ് ടു അറ്റൻഡ് ദ പാർട്ടി. വാട്ട് റിട്ടേൺ ഇൻ ദ കോളേജ് നോട്ടീസ് ബോർഡ് ഇസ്, വാട്ട് റിട്ടേൺ അല്ല കേട്ടോ അക്ഷര, വാട്ട് ഈസ് റിട്ടേൺ ഇൻ ദ കോളേജ് നോട്ടീസ് ബോർഡ് ഇസ് റിറ്റ് ലാർജ്. I wish all young girls become an independent being and wean away from all strings attached to her ആണല്ലോ. ഹെർ വരുമോ സിജി? ദം. കാര്യം എന്താ, യങ് ഗേൾസിനെ പറ്റിയാണ് സിജി പറയുന്നത്. അപ്പോൾ ഹെർ എന്ന പ്രൊനൗൺ വന്നാൽ അവിടെ തെറ്റി, ഹെർ വരില്ല, ദം വേണം കേട്ടോ. ഐ വിഷ് ഓൾ യങ് ഗേൾസ് ബിക്കം എൻ ഇൻഡിപെൻഡന്റ് ബീങ് ആൻഡ് വീൻ അവേ ഫ്രം ഓൾ ദ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ടു ദം. പിന്നെ ഇൻഡിപെൻഡന്റ് ബീങ്, ബിക്കം ആൻഡ് ഇൻഡിപെൻഡന്റ് ബീങ്സ് എന്ന് പറയില്ല. ഐ വിഷ് ഓൾ ഗേൾസ് ബിക്കം ഇൻഡിപെൻഡന്റ് ബീങ്സ് കൊടുക്കണം. ആൻഡ് ഇൻഡിപെൻഡന്റ് ബീങ്ങും വരില്ല, ഇൻഡിപെൻഡന്റ് ബീങ്സ് പ്ലൂറൽ അല്ലേ പറയുന്നത്, അതുകൊണ്ട് അത് മാറ്റണം കേട്ടോ. ടു പിക്ക് അപ്പ് ദ ത്രെഡ്സ് ഇൻ മൈ ലൈഫ് ഐ അപ്ലൈഡ് ഫോർ HC exam to shape my career. Okay. ICMR had stated clearly that third wave hits in India as soon as it's a writ large fact. Yes. Okay. Okay. That's thank you Amal. Class is great. Mistake ആയതാണ്, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ കാർത്തിക, ഐ അണ്ടർസ്റ്റാൻഡ്. The advocate advised the couples to take into account the children since they were into the brim of divorce. Okay. I picked up the threads for HC exam. Okay. I always wanted to wean away from my family, although കൂടെ പിന്നെ then വരില്ല കേട്ടോ യമുന. I always wanted to wean away from my family, although I couldn't pull it all together. Now I pick up the threads. അത് then കട്ട് ചെയ്ത് കളയാം. Okay, that's fine. ഓർത്ത് വെച്ചോക്കുക, writ large, wean away, sort out, bone of contention, take into account, pick up the threads. ഈ 6 വാക്കുകൾ, 6 ഫ്രേസുകൾ ഓർത്ത് വെച്ചോളാം. വെരി ഇമ്പോർട്ടൻറ്റ്. Moving to today's synonyms, antonyms and related words. പോവാം. Foreboding. ഇന്നലെ നമ്മൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അപ്രിഹെൻഷൻ. ഫോർബോർഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്രിഹെൻഷൻ തന്നെയാണ്. ആൻസൈറ്റി, അപ്രിഹെൻഷൻ, പെർട്ടർബേഷൻ, നേരത്തെ എന്തോ ഒരു ഡിസ്ട്രെസ് അല്ലേ, നമുക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ട്, ഒരു അൺഈസ് അല്ലേ, അൺഈസ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രെസ്, ഇതിനൊക്കെയാണ് ഈ പറയുന്ന ഫോർബോർഡിംഗ് എന്ന് പറയാം. ഡിസ്ട്രെസ്, അൺഈസ് അല്ലെങ്കിൽ ആൻസൈറ്റി, അപ്രിഹെൻഷൻ, പെർട്ടർബേഷൻ എന്ന് പറയും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഫോർസൈറ്റ്. ഫോർസൈറ്റ് എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഫോർസീ ചെയ്യുക, അതിൻ്റെ നൗണാണ് സൈറ്റ് അല്ലേ. സൈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൈറ്റ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് വാക്യപ്പെടുന്നതാണ്. സൈറ്റ്, ലൊക്കേഷൻ അല്ലേ, ഈ സൈറ്റ് ലൊക്കേഷൻ. പിന്നെ നമ്മൾ പറയാറുണ്ട് ഈ സൈറ്റ് വേർബ്, സൈറ്റ് മെൻഷൻ ഓർ സ്പെസിഫൈ, ഈ സൈറ്റ് ആൻഡ് ഈ സൈറ്റ്. ഈ സൈറ്റിൻ്റെ അർത്ഥം എന്താ ഞാൻ പറയുന്നത്, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സൈറ്റ് എന്ന് പറഞ്ഞാൽ വിഷൻ എന്ന അർത്ഥം, കാഴ്ച. ഫോർസൈറ്റ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക, കാഴ്ച, മുൻകൂട്ടി കാണുന്ന അവസ്ഥ. സോ അതിന് സൈറ്റ് എന്ന് പറയുന്ന നൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ, സൈറ്റ്. സോ നോക്കുക, ഫോർസീ അതിൻ്റെ ഫോർസൈറ്റ് എന്ന നൗൺ. ആൻറ്റിസിപ്പേഷൻ, മുൻകൂട്ടി കാണുന്ന ഒരർത്ഥം. പ്രിഷൻസ് അറിയാം, കോൺഷ്യൻസ് പറഞ്ഞാൽ മനസ്സാക്ഷി പറയില്ല നമ്മൾ. പ്രിഷൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണാൻ നമുക്കൊരു ഉൾവിളി തോന്നില്ലേ, പക്ഷെ ഇങ്ങനെ എന്തൊരു വരാൻ പോവാണ്, ഇറ്റ്സ് പ്രിക്കോഷൻ. ഇതിനെയാണ് ഫോർസൈറ്റ് എന്ന് പറയാം. ഓക്കെ, ആൻറ്റിസിപ്പേഷൻ, പ്രിഷൈൻസ് ആൻഡ് പ്രിക്കോഷൻ, ഇത് തന്നെയാണ് ഫോർസൈറ്റ് എന്ന് പറയാം. ഓർത്ത് വെച്ചോണേ, അത് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓക്കെ,
Okay. After the failure of his business, he picked up the threats to come flying colors. Okay. Government plans to sort out all differences with China to streamline the trade deal. Okay. Education is the most powerful tool available to wean away from others. Okay. Government took into account economic sector while implementing projects for the recovery of all sectors. പറയാം, took into account economic sector. Okay ആണ്, considered economic sector correct ആണ്. He has started to pick up the threats after recovery. Okay. Kishan Ganga Dam project has been a bone of contention between India and Pak. Okay. All right. Cited an example. Yes. After the First World War, people pick up the threats. Threats plural ആണ് അത്. Pick up the thread അല്ല, pick up the threats എന്ന് നമ്മൾ പറയാറ്. Pick up the threats of their life. Pick up the thread their life അല്ല, pick up the threads of their life. കേട്ടോ. If you fairy look okay. If your fairy look is darker and more foreboding, then your makeup should complement it. If your fairy look is darker. Fairy look എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇത് വരും. അതിന് ഡാർക്കർ എന്ന് നമ്മൾ പറയില്ല. കേട്ടോ, അതൊരു സൂപ്പർഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയി ട്രോയ്. കേട്ടോ, ഇഫ് യു ഫെയർലി ലുക്ക് എന്ന് പറയില്ല. ഫെയർലി ലുക്ക് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ഫെയർലി ലുക്ക് അല്ല, അതുമല്ല, ലുക്കിനെ പറ്റിയാ പറയുന്നത് അല്ലേ. ഇഫ് യുവർ ലുക്ക് ഇസ് ഡാർക്ക്, അതൊന്ന് തിരുത്തണേ. ഇറ്റ് വാസ് ഹെർ ഫോർ ബോർഡിങ് ആറ്റിറ്റ്യൂഡ് ദാറ്റ്. ഫോർ ബോർഡിങ് ആറ്റിറ്റ്യൂഡ് പറയാം, കുഴപ്പമില്ല, അഡ്ജക്റ്റീവ് ആയിട്ട് അത് വരും. ദാറ്റ് കൾമിനേറ്റഡ് ഇൻ ഹർ ഫെയിലിയർ ഓൾദോ ഷി ട്രൈഡ് ഹർ ബെസ്റ്റ്. ഓക്കെ. Only after getting that job, I was able to sort out all my financial problems. Yes, he's a man of foreboding that always leads him to trouble. കേട്ടോ, അടുത്ത വാക്കാണ് exhort. exhort ചെയ്യാന്ന് പറഞ്ഞാൽ urge ചെയ്യുക, encourage ചെയ്യുക, call on ചെയ്യുക. call on ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് എൻകറേജ് ചെയ്യാണ്. എല്ലാവരും വിളിച്ചിട്ട് ചെയ്യാം എന്ന് പറയില്ല. അത് enjoy in same way, encourage ചെയ്യുക, വിളിച്ചു കൂട്ടുക, and tell everyone to join. That's it. ആ ഒരു പെർസ്വേഷൻ. അജ്വർ സെയിം ആണ്. എക്സോട്ട് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ആൻഡ് ദെൻ ഇറ്റ് ഇസ് curtail. curtail ചെയ്യുക എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യാണ്. curtail the freedom, curtail the rights, കേട്ടിട്ടല്ലേ, അതാണ്. curtail ചെയ്യുന്ന റെഡ്യൂസ് ചെയ്യുക, കട്ട് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ലെസൺ ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക. ഇതിന് വേറൊരു വാക്കുണ്ട്, കുറേ നാളായി കൂടി നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കട്ട് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ലെസൺ ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക വേറൊരു വാക്ക് നമ്മൾ എപ്പോഴും പറഞ്ഞു. ഓദറിൻ്റെ ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്, ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാറില്ലാത്തൊരു വാക്ക്. എന്താണ് ആ വാക്ക്? ക്യാൻ എനിബഡി ടെൽ മീ ദാറ്റ്? Foreboding in every matter will trouble you more. The witches had a vision and they foresighted Macbeth to be aware of the consequences. Okay. Superflow statement അല്ല, superfluous. Superfluous എന്ന് പറഞ്ഞാൽ I don't know nothing. എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ I don't know nothing എന്ന് നമ്മൾ പറഞ്ഞാൽ, ഇവിടെ ഡോണ്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാ, നത്തിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാ. രണ്ട് നെഗറ്റീവ് വരാൻ പാടില്ല, രണ്ട് പാസ്റ്റ് ടെൻസ് വരാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഫോർമൽ ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർഫ്ലുവസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അപ്പോൾ എക്സാമിന് സൂപ്പർഫ്ലുവസ് സ്റ്റേറ്റ്മെന്റ്സ് വന്നാൽ, ഫോർമൽ ഇംഗ്ലീഷിൽ കേട്ടോ, അല്ലെങ്കിൽ എക്സാംസിന് കോമ്പറ്റേറ്റീവ് എക്സാമിന് സൂപ്പർഫ്ലുവസ് സ്റ്റേറ്റ്മെന്റ്സ് വന്നാൽ മാർക്ക് പോകും. ഒരെണ്ണത്തിലൂടെ, അതായത് അരം പ്ലസ് അരം കിന്നരം ഏച്ച് കെട്ടിയിരിക്കും. അപ്പം എന്ത് പറയണം? ഐ ഡോണ്ട് നോ നത്തിങ് പറയരുത്. ഒന്നെങ്കിൽ ഐ നോ നത്തിങ്, അല്ലെങ്കിൽ പറയണം ഐ ഡോണ്ട് നോ എനിത്തിങ് എന്ന് പറയണം. ഐ ഡോണ്ട് നോ എനിത്തിങ്, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സൂപ്പർഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അതായത് നമുക്ക് അതുപോലെ ഒരുപാടുണ്ട്. ഡബിൾ നെഗറ്റീവ്സ് പാടില്ല, ഡബിൾ പാസ്റ്റ് പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ സൂപ്പർഫ്ലോസിൽ പെടുന്നവയാണ്. ചില വാക്കുകൾ പറയുമ്പോൾ നമ്മൾ അതേ വാക്കിൻ്റെ അതേ മീനിങ്ങുള്ള രണ്ട് വാക്ക് ഒരുമിച്ച് ഉപയോഗിക്കും, അത് സൂപ്പർഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇറ്റ് ഈസ് സംതിങ് മോർ ടു ലേൺ. കേട്ടോ, ക്ലാസ് നമ്മൾ പറയാറുണ്ട് സൂപ്പർഫ്ലോ സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോഴും സൂപ്പർഫ്ലോസ് യൂസേജുകളെ പറ്റിയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. സോ ഐ ഗെസ് ദാറ്റ്സ് ഇറ്റ്. മിറ്റിഗേറ്റ്. പിന്നല്ല, നമ്മുടെ വാക്കിൻ്റെ എന്താണ്? മിറ്റിഗേറ്റ്. കുറേ നാളായിട്ട് ഓദർ ഉപയോഗിക്കാതിരിക്കുകയാണ്, വി മിസ് ഇറ്റ് അല്ലേ. അടുത്താണ് എബ്. എബ് എന്ന വാക്കിൻ്റെ അർത്ഥം നൗൺ ആയിട്ടുണ്ട്, വേർബ് ആയിട്ടുണ്ട്. എബ് ചെയ്യാന്ന് പറഞ്ഞാൽ റിസീഡിങ്, റിട്രീറ്റ്. നൗൺ ആയിട്ട് പറയുമ്പോൾ റിസീഡിങ്, റിട്രീറ്റ് എന്നൊക്കെ പറയും. റിട്രീറ്റ് വേർബും ആണ്. ബെയ്റ്റ്. ഡിമിനിഷ് ചെയ്യുക എന്നൊരർത്ഥം കൂടെ ഉണ്ട്, കുറയാന്നൊരർത്ഥമുണ്ട്. ഡ്വിൻഡിൽ, കുറയുക, ഡിക്രീസ് ചെയ്യാന്നൊരു അർത്ഥം കൂടെ എബിനുണ്ട്. എന്നാൽ പുറകോട്ട് വരിക, റിട്രീറ്റ് ചെയ്യുക, ബാക്ക് റിസീഡ് ചെയ്യുക എന്നൊരർത്ഥവും ഉണ്ട് കേട്ടോ.
ഈ വാക്കുകളെല്ലാം ഇതിൻ്റെ അർത്ഥമാണ് എബ് എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കോവിഡ് കേസസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എബ് ചെയ്തു എന്ന് പറഞ്ഞാൽ, കേസസ് എബ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞത് കുറഞ്ഞു എന്നാണ് അർത്ഥം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ കേട്ടോ വാക്ക്. യാ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ നോക്കാം. കോൺസ്റ്റർനേഷൻ. കോൺസ്റ്റർനേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞ അതേ വാക്കില്ല, അപ്രിഹെൻഷൻ. അപ്രിഹെൻഷൻ്റെ വേറൊരു വാക്ക്, ഒരു നമുക്കൊരു ഡിസ്ട്രെസ്, ഒരു ആൻസൈറ്റി, അല്ലെങ്കിൽ ഒരു ആൻസ്ഡ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഒരു ഡിസ്ക്വയറ്റ് അവസ്ഥ, ഒരു ഡിസ്ക്വയറ്റ്, ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട്, ഒരു വല്ലായിക, അതിനെയാണ് നമ്മൾ പറയുന്നത് കോൺസ്റ്റർനേഷൻ, അപ്രിഹെൻഷൻ, പെർട്ടർബേഷൻ, ഡിസ്മേ എന്നൊക്കെ പറയുന്ന വാക്ക് കേട്ടോ. ഒന്നുകൂടി ഈ കോൺസ്റ്റർനേഷൻ വേറെ വാക്കായതുകൊണ്ടാണ് ഇവിടെ സെപ്പറേറ്റ് എഴുതിയത്. കാര്യം രണ്ടും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സോ യു ഹാവ് ടു ബി അവെയർ ഓഫ് ദാറ്റ്. ഓൾറൈറ്റ്, അടുത്ത് നോക്കട്ടെ. While making a blueprint of any plan, foresight is a must factor. Okay, great. Kerala government must take into account the concerns around Silver Line project and reconsider its execution plans. Yes, she continued her education after picking up threats. Before the natural calamity, the animals foresighted Allah. Foresee alle past tense. Sorry, foresee alle present. Appo foresaw it എന്ന് പറയണം. നസിബ, before the natural calamity, the animals foresaw it. Okay. Then foresights by a futurist made her marriage early. Okay. All right. It was her mother who helped her to pick up threats after the failure. Okay. Government curtailed the tax on petrol. Okay. Government curtailed അല്ലെങ്കിൽ curtails. Government is singular. No one has the right to curtail the freedom of others. Yes. Gold rate curtailed in Kerala. Yes. അതെ, ഞാനത് പറയാൻ വന്ന പിന്നെ ഞാൻ വിചാരിച്ചത് നിങ്ങൾ എന്നെ കളിയാക്കിയാലെന്ന് ഓർത്ത്. അപ്പോൾ എനിക്ക് സിജി ഒരു കൂട്ടുണ്ട്. കോൺസ്റ്റർനേഷൻ പറയുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഓർത്താൽ മതി. കോൺസ്റ്റിപ്പേഷൻ്റെ അർത്ഥം എന്താണ് അറിയാലോ. കോൺസ്റ്റിപ്പേഷൻ വന്നാൽ നമുക്കൊരു വല്ലായികയല്ലേ, ബുദ്ധിമുട്ടല്ലേ. ആ ബുദ്ധിമുട്ടും കോൺസ്റ്റർനേഷനും ഓർത്ത് വെച്ചാൽ മതി. പെർട്ടർബേഷൻ അല്ലേ, പെർട്ടർബേഷൻ, ആൻറ്റിസിപ്പേഷൻ അല്ലെങ്കിൽ അൻസൈറ്റി എന്നൊക്കെ ഒരു കാര്യം. സോറി, ആൻറ്റിസിപ്പേഷൻ പോട്ടെ, അപ്രിഹെൻഷൻ, അൻസൈറ്റി, ഡിസ്മേ എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. എൻ്റെ വാക്കല്ല കേട്ടോ, സിജിയുടെ വാക്കാണ്. Okay, let me see. Family exhorted her to follow her dreams and neglect impediments that stand behind her. That stand behind her allo family exhort ചെയ്തു. That stood behind her. Past load പറയാം. Okay, on account of recession, the IT company have curtailed ആണോ? IT company singular ആണ്, have അല്ല, has curtailed the salary of employees. Let's pick up the threads and set straight our goals to achieve a government exam. Yes. Materialistic views were at the time rampant and fashionable, and faith in morality was at a low ebb. Yes. Islamic invasion of India and Mughal Empire had curtailed women's rights and freedom. Yes. Okay. Salary of government employees were curtailed up earlier due to COVID-19. Yes. The central bank hiked interest rates to ebb the inflationary pressure in the economy. Yes. Forboarding of students increased when HCA date was announced. Okay, fine. Nowadays, my studies were ebbed. Okay, yes. During the outburst of corona, കൊറോണ എന്ന് നമ്മൾ പറയില്ല, കൊറോണ ഇസ് എ വൈറസ് കേട്ടോ. നിങ്ങൾ എപ്പോഴും തിരുത്തി എഴുതരുത് കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് എഴുതുമ്പോഴേ ഔട്ട്ബേസ്റ്റ് ഓഫ് കൊറോണ എന്ന് പറഞ്ഞാൽ തെറ്റി. കാരണം കൊറോണ ഇസ് എ വൈറസ് ബട്ട് കോവിഡ് ഇസ് എ പാൻഡമിക്. സോ യു ക്യാൻ സേ ഡ്യൂറിംഗ് ദി ഔട്ട്ബേസ്റ്റ് ഓഫ് COVID-19 the freedom of the people were curtailed to keep the pandemic under control. Okay, yes. ഇപ്പോൾ എഡിറ്റോറിയൽ ഇല്ലാതെ വായിക്കുന്നേന്നോ എന്താ ജാ പറഞ്ഞത്? വി ആർ റീഡിങ് എഡിറ്റോറിയൽ. എഡിറ്റോറിയലിലെ സിനോണിംസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ വിൽ മൂവ് ഓൺ ടു എഡിറ്റോറിയൽ കേട്ടോ. എന്നിട്ട് ഡീറ്റെയിൽ അതിലോട്ട് നമ്മൾ പോകും. ദ പ്രൈസ് ഓഫ് ചിക്കൻ curtailed as a result of bird flu. Okay. Kerala government exhorts many schemes which are mainly concentrating aid to those people who have in tribal areas ആണോ? അല്ല, who are in tribal areas കേട്ടോ സൗമ്യ. Moving on. ഹാബിഞ്ചർ എന്ന വാക്കിന്റെ അർത്ഥം ഹെറാൾഡ്, സൈൻ, ഇൻഡിക്കേറ്റർ, ഫോറണ്ണർ. ഒരു സൈൻ ആണ്, ഒരു ഇൻഡിക്കേറ്റഡ് ആണ്, അല്ലെ നമ്മൾ എന്താ പറയാ, ഒരു ഒമൻ ആണ് എന്നൊക്കെ നമ്മൾ പറയില്ല. ഒമൻ ആണ്, ഒരു നേരത്തെ മുൻകൂട്ടി നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സൈൻ, ഇൻഡിക്കേറ്റർ, ഫോറണ്ണർ. അതിനാണ് ഹാബിഞ്ചർ എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഹാവക്. ഹാവക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു. ഹാവക് മീൻസ് ഡിവസ്റ്റേഷൻ, ഡിസ്ട്രക്ഷൻ, ഡാമേജ്, റൂയിൻ, മൊത്തം. ഓക്കെ, ദാറ്റ് ഇസ് ഹാവക് മീൻസ്.
ആൻഡ് അടുത്ത വാക്ക് ഷോർട്ട് ഫോൾ, കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്ക് തന്നെയാണ്. ഷോർട്ടേജ്, ഡെഫിസിറ്റ്, ഡെഫിഷ്യൻസി, അണ്ടർ സപ്ലൈ, എന്തിനേലും ഒരു പോരായ്മ, ഒരു കുറവ്, അതിനെയാണ് ഷോർട്ട് ഫോൾ എന്ന് പറയാം. വാക്സിൻ്റെ ഷോർട്ട് ഫോൾ, വാക്സിനേഷൻ്റെ ഷോർട്ട് ഫോൾ, ദാറ്റ്സ് ഇറ്റ്. Overwhelmingly, overwhelming is adjective, overwhelmingly is adverb. Abundantly, in a large extent എന്നാണ് overwhelmingly എന്നതിൻ്റെ അർത്ഥം. അത് ഒരുപാടുണ്ട് എന്നുള്ള അർത്ഥം. Abundantly, profusely, immensely എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, overwhelmingly എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. The extension of essay exam date curtailed the attention of aspirants. Okay. Animal sounds, homes, singular and plural, foreign words, antonyms, phrases, high-quarters and exam ഉണ്ടാകുമോ? Please repeat, please. Yes. Animal sounds ഉണ്ടാവില്ല. Animal sounds, homes ഒന്നും ഉണ്ടാവില്ല. സിംഗുലർ പ്ലൂറൽ ഒക്കെ വരാം, ബിക്കോസ് അത് എന്തുകൊണ്ടാണ് സിംഗുലർ, ഇതിന്റെ സിംഗുലർ എന്താ പ്ലൂറൽ എന്താന്നുള്ളതൊക്കെ വരും, ബിക്കോസ് ഇറ്റ് കംസ് അണ്ടർ നൗൺ വരും കേട്ടോ, വരും. ഫോറിൻ വേർഡ്സ് വരും, ആന്റണിംസ് ഉണ്ടാവും, ഫ്രേസൽ വേർബ്സ് ഉണ്ടാവും, ഒബ്വിയസ്ലി ഉണ്ടാവും കേട്ടോ, ഉണ്ട്. ഓക്കെ, യെസ്. മുഗൾ എംപയർ എന്ന് മുന്നേയും വിമൻസ് റൈറ്റ്സ് ഓക്കെ വിമൻസ് റൈറ്റ്സ് കണക്കായിരുന്നു പ്രസീദ്. ഓക്കെ സിജി, യെസ് ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. മൂവിങ് ഓൺ, അടുത്ത് നോക്കാം, നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇംപൗണ്ട്. ഇംപൗണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, കോൺഫിസ്റ്റിക്കേറ്റ്, പിടിച്ചെടുക്കുക. ഇംപൗണ്ട് എന്നാൽ പിടിച്ചെടുക്കുക, കോൺഫിസ്കേറ്റ് ചെയ്യുക. ഇപ്പൊ പറയുന്ന ഇംപൗണ്ട് വാക്ക് എവിടെ നിന്നാണെന്ന് അറിയാമോ? നമ്മുടെ ശ്രീലങ്കയില് ഫിഷ് ആൾക്കാർ ട്രോളേഴ്സിനെ പിടിച്ചു വെച്ചു. സോ ദാറ്റ്സ് ഇറ്റ്, ട്രോളിംഗ് ബോട്ട് പിടിച്ചു വെച്ചു, അതിനാണ് ഇംപൗണ്ട്, കോൺഫിസ്കേറ്റ് ചെയ്ത് പിടിച്ചെടുക്കുക. ആൻഡ് അനദർ വേർഡ് കണ്ടോ, അപ്രോപ്രിയേറ്റ്. ഈ അപ്രോപ്രിയേറ്റ് എന്ന വാക്ക് നിങ്ങൾക്കറിയാം, സ്യൂട്ടബിൾ എന്നൊരു വാക്ക് നിങ്ങൾക്കറിയാം, അത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. പക്ഷെ ഓർത്തു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ടു ബി നോട്ടഡ് ഇസ് അപ്രോപ്രിയേറ്റ് എന്ന വാക്ക് വേർബായിട്ട് ഉപയോഗിക്കും. ഓക്കെ, പിടിച്ചെടുക്കുക എന്നാണ് അർത്ഥം, പിടിച്ചു വെക്കുക. അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക, കോൺഫിസ്കേറ്റ് ചെയ്യുക. സീസ്, കേജ്, പിന്നെ സീസ് ചെയ്യുക, ഇംപൗണ്ടിന് സീസ് ചെയ്യുക, ടേക്ക് ഹോൾഡ് ഓഫ് എന്നുള്ള അർത്ഥം. പിന്നെ കേജ് ചെയ്യുക, കൺഫൈൻ ചെയ്യുക, എൻക്ലോസ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഒന്ന് പിടിച്ചെടുക്കുക, പിന്നെ ഈ പറയുന്ന പോലെ എൻക്ലോസ് ചെയ്യുക. എൻക്ലോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം ഉദ്ദേശിക്കുന്നത്? നമ്മൾ പൂട്ടിയിടുക എന്നൊക്കെ പറയില്ലേ, തടവിലാക്കുക എന്നൊക്കെ പറയില്ലേ, കൺഫൈൻ ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്, ഓർത്ത് വെച്ചോളൂ. ആൻഡ് അടുത്ത വാക്ക് കൊളൈഡ്. കൊളൈഡ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടിമുട്ടുക, ഹിറ്റ്, സ്ട്രൈക്ക്, റൺ ഇൻ ടു, ബംപ് ഇൻ ടു, അല്ലെങ്കിൽ കൊളൈഡ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ്, വഴക്ക്, ക്ലാഷ്, ഡിഫർ, ഒരു വ്യത്യാസം, ലൈക്ക്, അതാണ് കൊളൈഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. പല വാക്കുണ്ട്, പല യൂസേജ് ഉണ്ട് വേർബായിട്ട്, അതാണ് ഇത് കേട്ടോ, കൊളൈഡ് എന്ന്. നൗണ് കൊളിഷനാണ്, കൊളൈഡിന്റെ നൗണ് കൊളിഷനാണ്, ഓർത്ത് വെച്ചോളാം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ടാഞ്ചിബിൾ. ടാഞ്ചിബിൾ എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്. ടാഞ്ചിബിൾ മീൻസ് പാൽപ്പബിൾ. പാൽപ്പബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ടാഞ്ചിബിൾ മീൻസ് ദാറ്റ് ക്യാൻ ബി ഫെൽറ്റ് വിത്ത് ടച്ച്. തൊട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ടാക്ടൈൽ ആണ്, പാൽപ്പബിൾ ആണ്, എവിഡന്റ് ആണ് എന്നൊക്കെ പറയില്ലേ, അതാണ്. ഫിസിക്കൽ, കാണാനുണ്ട്, ഇറ്റ്സ് റിയൽ, ഇറ്റ്സ് സബ്സ്റ്റാൻഷ്യൽ, എവിഡന്റ് ആണെന്ന് പറയില്ലേ, ദാറ്റ് ഇസ് ടാഞ്ചിബിൾ കേട്ടോ. പാൽപ്പബിൾ, എവിഡന്റ്, ടാക്ടൈൽ, ഇതെന്ന് പറഞ്ഞാൽ ഓർത്ത് ഫിസിക്കൽ ആണ്, മെറ്റീരിയൽ ആണ്, മെറ്റീരിയലിസ്റ്റിക് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. മെറ്റീരിയലിസ്റ്റിക് അല്ല, മെറ്റീരിയൽ ആണ്, കാണാനുണ്ട്, നമുക്ക് കണ്ട് തൊട്ട് മനസ്സിലാക്കാൻ പറ്റും. യു ക്യാൻ ഫീൽ ഇറ്റ് ബൈ ടച്ച്, അതിനാണ് ടാഞ്ചിബിൾ എന്ന് പറയാം, ഓർത്ത് വെച്ചു കേട്ടോ. പാൽപ്പബിൾ, ടാക്ടൈൽ, ഫിസിക്കൽ, റിയൽ, സബ്സ്റ്റാൻഷ്യൽ എന്നൊക്കെയാണ് അതിന്റെ ഈ പറയുന്ന സിനോണിംസ്, ഓർത്ത് വെച്ചോണം. ഓക്കെ, the decline in stock markets has left many British retirees facing huge shortfall in their expected incomes. The flood created havoc and left many people homeless. Torrential rain for the past 1 week made havoc in the region ആണ് ഉദ്ദേശിച്ചത്. സ്പെല്ലിംഗ് region GION. സംടൈംസ് രണ്ടായിട്ട് എഴുതിയത് ഒറ്റ വാക്കാണ്. സംടൈംസ്, ചില സമയങ്ങളിൽ, അല്ലേ? ഇറ്റ്സ് an adverb of time. Sometimes the cataclysm of animals is a harbinger of any okay. harbinger ഇന്നലെ അല്ല ഹാർബിഞ്ചർ. ആജ്ഞ മറന്നുപോയോ? ഹാർബിഞ്ചർ ഞാൻ എന്നാ എടുത്തേ? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ടോ? രാത്രിയിൽ ഒരു ദിവസം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞപ്പോൾ നമ്മുടെ നെറ്റ് തീർന്നു എന്ന് ആജ്ഞ പറഞ്ഞ് പോകാൻ നോക്കി തുടങ്ങിയ ദിവസം, ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. അന്നാണ് ഹാർബിഞ്ചറിന്റെ ഇത് ഓപ്ഷൻ കൊടുത്തു, വൺ വേർഡ് ആയിട്ട് കൊടുത്തു. ആൻഡ് ആസ്റ്റ് വാട്ട് ഈസ് ഹാർബിഞ്ചർ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, സോറി അന്നല്ല, ഐ തിങ്ക് മാരത്തണിന്റെ എന്നാന്ന് തോന്നുന്നു. വൺ വേർഡിന് എന്നാണോ അതോ കഴിഞ്ഞ മാരത്തണിന്റെ എന്നാണോ? ഈ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞാണ്. എന്നോ ഒരു ദിവസം നമ്മൾ പറഞ്ഞു ഹാർബിഞ്ചർ എന്ന് പറഞ്ഞാൽ ഫോർ റണ്ണർ എന്ന് മീനിങ്, സിനോണിം പറഞ്ഞു. യെസ്, ഓക്കെ. അടുത്തത്, ഫ്രം among the spring flowers, flowering bulbs are a quintessential harbinger of spring. Okay, try to face the evil and avoid consternation and be focused to achieve your goals. Okay, fine. ഫോക്കസ്ഡിന് 3C ഇല്ല കേട്ടോ, 3S ഇല്ല, ഒരു 2S മതി കേട്ടോ. അവിടെ 3Sന്റെ ആവശ്യമില്ല.
Her trait of consternation can be seen through her action. Okay. The court asked a compensation of about 1.5 lakhs from Pink Police for curtailing the fundamental rights of an 8-year-old. Okay. Clearly meaning ഉണ്ട്. Clearly correct ആണ്. Clearly എന്ന് പറയില്ല. Clear എന്നല്ലേ പറയുള്ളൂ. കാര്യം എന്താ? Clearly വരുന്നത്. Clearly വരുമ്പോൾ യമൻ എന്ത് വരും അത്? Tangibly എന്ന adverb വരണം. കേട്ടോ? Shelley and Fraser, the second fastest woman spelling എന്താണ്? Second fastest woman, not women. Woman on earth is harbinger of hope to several young athletes. Palpable clear അല്ല കേട്ടോ യമുന. Palpable clear, palpably clearly. കേട്ടോ, അതാണ് വ്യത്യാസം. അഡ്വേർബും അഡ്ജക്റ്റീവും ആ ഡിഫറൻസ് ആണ് യമുനയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ സിജി വുമണും വിമനും മാറിപ്പോയത്. വുമൺ ഇസ് ഒന്നല്ലേ, അത് എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പൊ എഴുതുമ്പോൾ അങ്ങനെ ആവരുത് കേട്ടോ, മീനിങ് മൊത്തം മാറും. ഗ്യാസ് molecules collide with the walls of container kept. Okay. Santiago encountered Marlin in a severe seafare that granted him a recognition among the people. All right. The unexpected rainfall in Kerala has resulted in agricultural havoc. He is shortfall of vitamin A. ഇല്ല shortfall എന്ന് പറയുന്നത് noun ആ. He is shortfall എന്ന് പറയില്ല, മനസ്സിലായോ? He is short of എങ്ങനെ പറയാം, vitamin A അല്ലെങ്കിൽ he has a deficiency. He has a shortfall of vitamin A എന്ന് പറഞ്ഞു കേട്ടോ കാർത്തിക. The gas tanker collided with a car, killing lots of people. Okay. The Indian Army impounded the Pakistan terrorists who entered into the border. Okay. All right. The police impounded the thief. Okay. Yes. All right. Clear. കുഴപ്പമില്ല Siji, it's okay. Ship collided with iceberg. Yeah. Collided with ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Yes. And next one is deter. Deter ഇന്നലെയും പറഞ്ഞ വാക്കാണ്. പോസ്റ്റ്പോൺ ചെയ്യുക, ഡിസ്കറേജ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്വേഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക. ഇത്രയും മീനിങ് ഉണ്ട് കേട്ടോ. പോസ്റ്റ്പോൺ ചെയ്യാൻ മാറ്റി വെക്കുക, ഡിസ്കറേജ് ചെയ്യാൻ മാറ്റി വെക്കാൻ വേണ്ടി നമ്മളൊരു ഡിസ്കറേജ് ചെയ്യല്ലേ, വേണ്ട, പോണ്ട, ചെയ്യണ്ട. ഡിസ്വേഡ് ചെയ്യുക, പെർസ്വേഡിന്റെ ഓപ്പോസിറ്റ്, എൻകറേജിന്റെ ഓപ്പോസിറ്റ് ഡിസ്കറേജ്. ഇന്നലെ പറഞ്ഞു. പ്രിവെന്റ് എന്ന് പറഞ്ഞാൽ നിരോധിക്കുകയാണ്, ബാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഡിറ്റർ. Another one is underscore. അതും ഇന്നലെ ഡിസ്കസ് ചെയ്ത വാക്കാണ്. ഹൈലൈറ്റ് ചെയ്യുക, എംഫസൈസ് ചെയ്യുക, സ്ട്രെസ് ചെയ്യുക, അല്ലെങ്കിൽ അസെൻച്വേറ്റ് ചെയ്യുക. ഓക്കെ, അത് അണ്ടർസ്കോർ ചെയ്ത് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീലങ്കൻ ഗവൺമെന്റിനോട് ശ്രീലങ്കൻ ഗവൺമെന്റിനോടല്ല, നമ്മുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിനോട് അണ്ടർസ്കോർ ചെയ്തു. ആര്? നമ്മുടെ തമിഴ്നാടു ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻ. അങ്ങനെ ഒരു സെന്റൻസ് ഇന്നുണ്ട് ആർട്ടിക്കിളിൽ, നിങ്ങൾക്കത് കാണാം. അടുത്തതാണ് സ്ട്രിഞ്ചന്റ്. സ്ട്രിഞ്ചന്റ് എന്ന വാക്കിന്റെ അർത്ഥം സ്ട്രിക്റ്റ്. Stringent laws എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട് ലോസ്, ഫേം, റിജിഡ്, റിഗറസ്, സിവിയർ, ഹാഷ് എന്നാണ് stringent എന്ന വാക്കിന്റെ അർത്ഥം. ഇറ്റ്സ് ആൻ adjective. ഓക്കെ, ഓർത്തു വെച്ചോളൂ, stringent. ദാറ്റ്സ് ഓൾ. ഇതാണ് നമ്മുടെ ഇന്നത്തെ synonyms. ഓക്കെ, just a tangible touch is enough to console someone. Yes, it is. കോവിഡ് വന്നപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലേ, അത് ഭയങ്കരമായിട്ടുണ്ട്. The nature gives a harbinger always in the bad situation to pick up the threads and move on. Yes. Never deter till tomorrow that which you can do today. Okay. All right. Yes. Okay. Many PSC exams are deterred due to the COVID-19 pandemic. Yes. The poisonous fog from the factory collides with the atmospheric air. Okay. Two bikes collided with each other. പറയാം. Tangible natural calamity is a harbinger caused by environment against human activities. Against the human activity, harbinger caused by അതിൻ്റെ ഒരു യൂസേജ് ശരിയില്ല. നാച്ചുറൽ കലാമിറ്റി ഈസ് എ harbinger. ഒരു ഫോൺ റണ്ണർ ആണ്, ഒരു ഇതാണ്. കോസ്റ്റ് ബൈ എൻവയൺമെന്റ് എന്ന് പറയില്ല. എന്താണ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന, പരിസ്ഥിതി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പറയില്ല. കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയാം നമുക്ക്. കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അഗൻസ്റ്റ് എൻവയൺമെന്റ് എന്ന് പറയാം. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് ഈ നാച്ചുറൽ കലാമിറ്റിയുടെ കാരണം. അത് ഹ്യൂമൻ ആക്ടിവിറ്റീസിന്റെ കാര്യമാണ്. അഗൻസ്റ്റ് അങ്ങനെ പറയണം കേട്ടോ. അതോ ഇനിയിപ്പോൾ ഹരി ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസിനെതിരെ എൻവയൺമെന്റ് കൊടുക്കുന്ന ഒരു പ്രകൃതി കൊടുക്കുന്ന ഇതായിട്ടാണോ പറയുന്നത്? എങ്കിൽ പറയാം, കുറച്ചുകൂടെ ഒരു ഡ്രമാറ്റിക്കലി സ്പീക്കിംഗ് ഇറ്റ്സ് റൈറ്റ്. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്ട്രക്ചറലി ആൻഡ് മീനിങ്ഫുള്ളി അതൊരു റിയൽ ആയിട്ട് വരുന്നില്ല കേട്ടോ. Due to avalanche, the government deterred from climbing Himalayas. Okay.
ഓക്കെ, അപ്പോൾ ഡിറ്റർ ചെയ്തു എന്നുള്ളത് ഇവിടെ ഡിസ്വേഡ് ചെയ്തു എന്നാണ്, പെർസ്വേഡ് ചെയ്തു എന്ന്, പ്രിവെന്റ് ചെയ്തു എന്നാണെങ്കിൽ അവിടെ ആരെ പ്രിവെന്റ് ചെയ്യുന്നു കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. ഗവൺമെന്റ് ഡിറ്റേർഡ് ദ പീപ്പിൾ കേട്ടോ ഫ്രം ക്ലൈംബിംഗ് ദ ഹിമാലയാസ്. Stringent legislation controls prison labor. Okay, he always deter himself from taking risks. Okay, moving to today's editorial session. അപ്പോൾ നമുക്ക് എഡിറ്റോറിയൽ ആർട്ടിക്കിളിലോട്ട് പോകാം. എഡിറ്റോറിയൽ സെഷൻ അല്ല, സോറി, ടു ദി ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിളിലോട്ട് പോകാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടി ആൻഡ് ഷോ മീ യുവർ തംസ് അപ്പ്. ഓക്കെ, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. തുടങ്ങി നമുക്ക് വേഗം നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. HCA made a decision to deter the exam due to COVID pandemic. Yes. അതാണല്ലേ ഹരി പറഞ്ഞേ. ഓക്കെ ഹരി, ഓക്കെ പറഞ്ഞോളൂ. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? ഇത്ര പേര് ലൈവിലുണ്ട്, 60 പേരോളം ലൈവിലുണ്ട്. 18 പേരാണ് ഇഷ്ടമായിട്ടൊരു ലൈക്ക് ഇട്ടത്. വാട്ട് ഈസ് ഇറ്റ് പീപ്പിൾ, വാട്ട് ഈസ് ഇറ്റ്? ഒരു സ്നേഹമൊന്നും ഇല്ലേ നിങ്ങൾക്ക്? ഷോ മീ സം ലവ്. ഓക്കെ, യെസ്. The birds and animals impounded in zoo are tangible negligence of their rights. Yeah. Yes. All right. Let's start with article warning bells. കേട്ടോ, നമ്മുടെ ഓതറിന്റെ ഒരു പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര ഇതായിട്ടാണ് ക്രിസ്മസിനോട് ബന്ധപ്പെട്ടിട്ട് അല്ലെ നമ്മൾ പറയില്ലേ, അതുപോലെ ബെൽസ് എന്നൊക്കെ പറയാം. ബട്ട് ബെല്ലിന് വേറൊരു ക്രിസ്മസി ഔട്ട്ലുക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അത് ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് അതേ ഹിട്ടേക്കൊന്നും ആലോചിക്കുക. ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, വാർണിംഗ് ബെൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വാർണിംഗ് ആണ്. ഇറ്റ്സ് എ ബെൽ, ക്രിട്ടിക്കൽ ആണ്. ദാറ്റ് സംതിങ് ഇറ്റ് ഈസ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ട് ജീസ്മോൻ. നമ്മൾ തുടങ്ങിയില്ല, നമ്മളത് ജാനിൽ സ്റ്റാർട്ട് ചെയ്യും. കോസ്റ്റ് ഇതുവരെ നമ്മൾ ഇതായില്ല. യൂട്യൂബിലൂടെ എല്ലാം തരില്ല, ഇല്ല. യൂട്യൂബിൽ നമുക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് കേട്ടോ. അപ്പോൾ പെയ്ഡ് സ്റ്റുഡൻസ് എന്താണ് എന്ന് ആലോചിക്കേ. ഞാനൊരു ഉറപ്പ് പറയില്ല യൂട്യൂബ് ക്ലാസ് മതി. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇൻ ഇറ്റ്സ് ഓക്കെ, ബട്ട് നമുക്ക് ഒരുപാട് കാര്യം കവർ ചെയ്യാനുണ്ട്. ഇറ്റ്സ് എ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആസ് വെൽ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യില്ല. യു നീഡ് എ പ്രോപ്പർ സജസ്റ്റീവ് ഹാൻഡ്, ഒരു ഗൈഡൻസ് വേണം. Parents deter their children from adventurous journeys to save their life. Forceful confiscation of passport is against natural justice and thus it must be deterred. Okay, don't try to underscore unnecessary points for it may lead to cancellation of marks. അതെ സെയിം ഡേ ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ്. ഒബ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് മേ ബി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒക്കെ വരാൻ ചാൻസ് ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഡിസ്ക്രിപ്റ്റീവ് വിളിക്കും. അറിയാലോ, അതാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം. അപ്പോൾ അന്ന് തന്നെയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിൾ പിടിച്ചോ വാർണിംഗ് ബെൽസ്. അപ്പോൾ എന്താണ് വാർണിംഗ് ബെൽസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഒമിക്രോൺ വേരിയൻസിനെ പറ്റി കേട്ടോ. വേരിയന്റ് കോവിഡിനെ പറ്റി പറയുന്നു. India must ensure more availability of beds, medicines and vaccines to deal with Omicron. ഓർമ്മയുണ്ടോ? ഇതേ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബെഡ് വേണം, മരുന്ന് വേണം, വാക്സിൻസ് വേണം. എന്തിന്? COVID-19 ഇതാക്കാനാണ്. പക്ഷെ ഇപ്പൊ കൊടുത്തേക്കുന്ന ഹെഡിങ് മാറി ഒമിക്രോണിനെ ഇതാക്കാൻ, ഡീൽ ചെയ്യാൻ എന്ന് പറയുന്നു. കാര്യം എന്താ? ഇപ്പം വന്നേക്കുന്ന പുതിയ വേരിയന്റ്, ഡെൽറ്റ വേരിയന്റിന് ശേഷം സെക്കൻഡ് വേവിന് ശേഷം ഒരു മൂന്നാമത് ആൾ ഇത് എത്തിയിട്ടുണ്ട്. ഒമിക്രോൺ വേരിയന്റ്. അതിന്റെ സ്പ്രെഡ് റേറ്റ് കൂടുതലാണ്. മനസ്സിലായത്? അതിന്റെ ട്രാൻസ്മിസിബിലിറ്റി കൂടുതലാണ്. ഇത് കൂടുതൽ ട്രാൻസ്മിസിബിൾ ആണ്. അതിനെപ്പറ്റിയാണ് പറയുന്നത് നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉറപ്പ് വരുത്തണം, എൻഷുർ ചെയ്യണം. എൻഷുർ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മേക്ക് ഷുവർ അല്ലെ. ഗവൺമെന്റ് എന്തിനു കൺഫേം ചെയ്യണം, ഉറപ്പ് വരുത്തണം, കൺഫേം ചെയ്യുക ദാറ്റ് എന്തുണ്ട് ഗവൺമെന്റിന്റെ അടുത്ത് ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ലൈക്ക് ബെഡ്സ്, മെഡിസിൻസ്, വാക്സിൻസ് ഒക്കെ ഉണ്ട്. ഒമിക്രോൺ വരുമ്പോൾ അതിന് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. അതാണ് വാർണിംഗ് ബെൽ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഇന്ത്യ ഹാസ് റിപ്പോർട്ടഡ് ഓവർ 200 കേസസ് ഓഫ് ദി ഹൈലി infectious Omicron variant, and given that there were no cases when the month began, this has put the center in a high state of alert. An unmistakable foreboding was writ large in a letter by the Union Health Secretary to the Chief Secretaries of States and Union Territories on Tuesday that has asked them to be prepared for the worst. It said that Omicron was at least 3 times more transmissible than the Delta variant. പറഞ്ഞതാണ് ഓർമ്മയുണ്ടോ? നമ്മൾ ഈ മാസം തുടങ്ങിയ സമയത്തെ മീൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ മാസം തുടങ്ങിയ സമയം എടുക്കുക, ആലോചിച്ചുണ്ട്. ഒമിക്രോൺ ഒക്കെ എല്ലായിടത്തും സ്പ്രെഡ്, സൗത്ത് ആഫ്രിക്കയിലൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് സൗത്ത് ആഫ്രിക്കൻ കൺട്രീസിലുള്ള ബോൾസ്വാനിയയിലൊക്കെയുള്ള ആൾക്കാർ വരാൻ വേണ്ടി അമേരിക്ക അടച്ചു കളഞ്ഞു. യൂറോപ്യൻ യൂണിയനിലുള്ളവർ അവരുടെ വേ അടച്ചു കളഞ്ഞു. മൊത്തം ട്രാവൽ ബാനൊക്കെ ഇട്ട് തുടങ്ങിയ ഒരു കാലം ഓർമ്മയുണ്ട്, ഈ മന്ത് തുടക്കം. അപ്പോൾ ഒരു മാസം ആവുന്നേ ഉള്ളൂ. അപ്പോഴൊന്നും ഇന്ത്യയിലൊന്നും ഇട്ടിട്ടില്ല. അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് CL ഇർജിൻ സാർ പറഞ്ഞിരുന്നു അല്ലേ, പേടിക്കേണ്ട, ഒമിക്രോൺ ഇതുവരെ നമ്മൾ ഇന്ത്യയിൽ എത്തിയിട്ടില്ല. ബട്ട് ഇപ്പോൾ 20 കേസോളം
ഇപ്പോഴത്തെ 20 കേസോളം വന്നിട്ടുണ്ട്. ഓവർ 200, ദാറ്റ് മീൻസ് മോർ ദാൻ 200 കേസസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒമിക്രോൺ കേസുകൾ. ആൻഡ് ഈ 200 കേസസിൽ അധികം റിപ്പോർട്ട് ചെയ്തതിൽ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാസം പോലും ആയില്ല അതിന് മുമ്പ് ഇത്രയും കേസുകൾ വരുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹൈലി ട്രാൻസ്മിസിബിൾ, വളരെ ഇൻഫെക്ഷ്യസ് ആയ ഒരു സംഭവമാണ്. പക്ഷേ തുടക്കം മന്തിലില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെൻറ്റർ കൃത്യമായിട്ട് പറയുന്നു ഇറ്റ്സ് ഹൈ സ്റ്റേറ്റ് ഓഫ് പറയുകയാണ്, വളരെ ഒരു അലേർട്ട് വേണം നമുക്ക് എല്ലാവർക്കും. കാര്യം ഇത് സൂക്ഷിക്കേണ്ട കാര്യമാണ്, ഭയങ്കരമായിട്ട് വ്യാപിക്കുകയാണ്. ദാറ്റ്സ് എ പ്രോബ്ലം എന്ന് പറയുകയാണ്. വിജിലൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു അപ്രിഹെൻഷൻ, അൺമിസ്റ്റേക്കബിൾ അപ്രിഹെൻഷൻ, നമ്മുടെ ഒട്ടും മിസ്റ്റേക്ക് പറ്റാൻ പാടില്ല, ഒരു പോരായ്മയും പറ്റാത്ത ഫോർബോർഡിങ് നമ്മുടെ വേണം അല്ലേ. എന്ത് വേണമെന്ന് പറയുന്നത്, നമുക്ക് ഒരു അൺമിസ്റ്റേക്കബിൾ അല്ലാത്തൊരു പെർട്ടർബേഷൻ വേണം നമ്മുടെ കയ്യിൽ. നമ്മളന്ന് പേടിച്ച് മിസ്റ്റേക്ക് വരരുത്, എന്നാൽ നമുക്ക് അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ള അൻസൈറ്റി നമ്മുടെ ഉണ്ട്. ബട്ട് ദാറ്റ് ഇസ് റിറ്റ് ലാർജ് ഇൻ എ ലെറ്റർ. ഇത് പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ പോലും അത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. ക്ലിയർ ആയിരുന്നു. എവിടെ? ലെറ്റർ യൂണിയൻ ഹെൽത്ത് സെക്രട്ടറി ലെറ്റർ അയച്ചു. ആർക്കാണ്? എല്ലാ സ്റ്റേറ്റ്സിലെ ചീഫ് സെക്രട്ടറിമാർക്കും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിലെ ചീഫ് സെക്രട്ടറിമാർക്കും. എല്ലാ യൂണിയൻ ടെറിട്ടറീസിലും നമ്മുടെ എല്ലാ സ്റ്റേറ്റ്സിലും യൂണിയൻ ഹെൽത്ത് സെക്രട്ടറി ഒരു ലെറ്റർ അയച്ചു. അപ്പോൾ ആ ലെറ്ററിൽ എവിഡൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈ കാര്യം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മക്കളെ, ആൻസൈറ്റി നമുക്ക് പ്രശ്നമാണ് വരാൻ പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് ആൻ ആൻസൈറ്റി കേട്ടോ, ഒരു ആൻസൈറ്റി എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും കൊടുത്തു. അതിപ്പോൾ സ്റ്റേറ്റ്സ് ആയിക്കോട്ടെ യൂണിയൻ ടെറിട്ടറീസ് ആയിക്കോട്ടെ എന്ന് ട്യൂസ്ഡേയിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിലെന്താ വാർണിംഗ് കൊടുത്തേക്കുന്നത്? പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. ഏറ്റവും മോശമായ കാര്യം വരുന്നു എന്ന വിശ്വാസത്തിലിരിക്കുക. അത്രയും പ്രശ്നമാണ് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ തന്നെ യു ഹാവ് ടു ബി റിയലി പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ഒമിക്രോണിനെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒമിക്രോൺ എന്ന് പറയുന്നത് 3 തവണ 3 times മൾട്ടിപ്ലൈ വിത്ത് 3x അതിന് പറയുകയാണെങ്കിൽ ഇതിന്റെ ട്രാൻസ്മിസിബിലിറ്റി റേറ്റ് പറയുന്നത് 3x ആണ്. 3 times ഇതാണ് ദാൻ ഡെൽറ്റ വേരിയന്റ്. 3x ഡെൽറ്റ വേരിയന്റ് ആണ് ഈ പറയുന്ന ഒമിക്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ റേറ്റ്, അതിന്റെ ഇൻഫെക്ഷന്റെ റേറ്റ് കൂടുതലാണ്. ആൻഡ് therefore greater foresight and data analysis, dynamic decision making, strict and prompt containment action were required at the local and district levels. It is also underlined 2 specific parameters which states have to be vigilant about: a test positivity of 10% or more in the last week, and bed occupancy crossing 40% or more on oxygen supported or intensive care units. There were a cause in the letter of the days when India was under a complete lockdown. It exhorted district officials, when required, to impose night curfew, strictly regulate large gatherings, curtail numbers in marriages and funerals. നമുക്കത് പറയാം കേട്ടോ. അപ്പോൾ പറയുന്നത് നമുക്ക് എന്താ വേണ്ട, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വേണമെന്ന് പറയുന്നത്, ഇത് ഇൻഫെക്ഷൻസ് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും എന്ത് വേണം? ഗ്രേറ്റർ ഫോർസൈറ്റ് വേണം. എല്ലാവരുടെയും പ്രിക്കോഷൻ നന്നായിട്ട് വേണം നമുക്ക് എല്ലാവർക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഒബ്ജക്റ്റീവിന് 50 മാർക്ക്. ഒബ്ജക്റ്റീവ് എത്ര മാർക്ക് വേണം? 50 മതിയോ? ഒബ്ജക്റ്റീവിന് ഇംഗ്ലീഷിന് 50 മാർക്കാണ്. 100 മാർക്കിൻ്റെ ക്വസ്റ്റനിൽ 50 മാർക്കാണ് ഇംഗ്ലീഷിന്. 50 മതിയൊന്നും പറയാൻ പറ്റില്ല, കാര്യം ഇത്തവണ കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ കട്ട് ഓഫ് വേണം കൂടാം. ഡിസ്ക്രിപ്റ്റീവിൻ്റെ കട്ട് ഓഫ് ഇല്ല. ഒബ്ജക്റ്റീവിൻ്റെ കട്ട് ഓഫ് അനുസരിച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവിന് എത്ര കൂടുതൽ മാർക്ക് മേടിക്കും അത്ര നല്ലത്. അങ്ങനെ വേണം പഠിക്കാൻ കേട്ടോ. HC ബാച്ചിലുള്ളവർ എന്തിനാ ന്യൂ ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടത്? ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇഫ് യു വോണ്ട് പ്രോപ്പർ ഗൈഡൻസ്. ഇനിയും ഡിസ്ക്രിപ്റ്റീവിന് കൂടുതൽ ഗൈഡൻസ് വേണമെങ്കിൽ, അപ് ടു ഡേറ്റ് ആയിട്ട് ഗൈഡൻസ് വേണമെങ്കിൽ യു ക്യാൻ ജോയിൻ. നമ്മൾ തീരെ ബേസ് ഇല്ലാത്ത കുട്ടികൾ ഒന്നിൽ നിന്ന് തുടങ്ങുവാണ് ഡിസ്ക്രിപ്റ്റീവ് കോഴ്സ് എടുത്ത് കൊടുക്കുക കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ ഓൾ റൈറ്റ്, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുവാണേ. ഓക്കെ, അപ്പോൾ പറയാണ് ഡേറ്റ അനാലിസിസ് വേണം, നല്ല ഒരു പ്രിക്കോഷൻ നമ്മുടെ മുമ്പ് വേണം, ഡൈനമിക് ആയി ഡിസിഷൻ മേക്കിംഗ്, പെട്ടെന്ന് ചടപടയെന്ന് പെട്ടെന്ന് പ്രശ്നം വന്നാൽ പെട്ടെന്ന് ഡിസിഷൻ മേക്കിംഗ് ഒരു കപ്പാസിറ്റി വേണം, സ്ട്രിക്റ്റ് ആൻഡ് പ്രോംപ്റ്റ് കണ്ടെയ്ൻമെന്റ് ആക്ഷൻ വേണം. എപ്പോഴാണോ നമുക്ക് പ്രശ്നമാകുന്നത് അപ്പോൾ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കാനുള്ള ഒരു ആക്ഷൻ പെട്ടെന്നായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി പ്രോംപ്റ്റ് ആൻഡ് സ്ട്രിക്റ്റ്, ക്വിക്ക് ആയിരിക്കണം ആൻഡ് ഇറ്റ് മസ്റ്റ് ബി സ്ട്രിക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ആൻഡ് അത് ലോക്കൽ ബോഡീസിലും ഡിസ്ട്രിക്ട് ലെവൽസിലും കൃത്യമായിട്ടും പാലിക്കണമെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാര്യം ലോക്കൽ ബോഡീസിലും ഡിസ്ട്രിക്ട് ലെവൽസിലും വേണം, ഇല്ലെങ്കിൽ പരിപാടി മാറും. 2 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്പെസിഫിക് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. സ്റ്റേറ്റിനോട് പറഞ്ഞു വിജിലന്റ് ആയിരിക്കണം. 2 കാര്യങ്ങളിൽ നിങ്ങൾ വിജിലന്റ് ആയിരിക്കണം. വാട്ട് ആർ ദ 2 പാരാമീറ്റേഴ്സ്? ആ 2 സ്പെസിഫിക് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഓഫ് 10% ഓർ മോർ ഇൻ ദ ലാസ്റ്റ് വീക്ക്.
കേട്ടോ. 10% അതിൽ കൂടുതലോ കഴിഞ്ഞ വീക്കിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എടുത്ത് നോക്കുമ്പോൾ 10% അതിൽ കൂടുതലോ ആണെങ്കിൽ അത് നമ്മൾ വിജിലൻ്റ് ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 10% അതിൽ കൂടുതലോ ആണ് കഴിഞ്ഞ വീക്കിലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. അപ്പോൾ അത് എന്ത് ചെയ്യണം, അത് സ്പ്രെഡ് ചെയ്യാനുള്ള കൂടുതലാണ്, ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബെഡ് ഒക്യുപ്പൻസി. ബെഡിൻ്റെ ഉള്ള അല്ലേ, ബെഡിൻ്റെ എന്താ പറയുക അവൈലബിലിറ്റി, ഒക്യുപ്പൻസി 40% കൂടുതലാണോ ഒക്യുപ്പൈഡ്, അതായത് അവൈലബിലിറ്റി അല്ല, ഐ മീൻ ഒക്യുപ്പൻസി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ ബെഡിലുണ്ട്, ഹോസ്പിറ്റൽ ബെഡ്സിലുള്ള ആൾക്കാർ 40% കൂടുതലാണോ, ഓർ മോർ അതിൽ കൂടുതലാണോ, അവരെല്ലാം കൂടുതലാണോ, പ്രത്യേകിച്ച് എന്താ അവർ ഓക്സിജൻ സപ്പോർട്ടഡ് ആണോ, ഓക്സിജൻ സപ്പോർട്ടോടെയാണോ, അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സിലാണോ ഉള്ളത് എങ്കിൽ ഇത് രണ്ടുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയ പാരാമീറ്റേഴ്സ്, വിജിലൻ്റ് ആയിട്ടിരിക്കേണ്ട പാരാമീറ്റേഴ്സ്. ഒന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 10% അതിൽ കൂടുതലോ ലാസ്റ്റ് വീക്കിൻ്റെ കാലം എങ്കിൽ എടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബെഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഓക്സിജൻ സപ്പോർട്ടോടെയാണ് ജീവിക്കുന്നത്, ഓർ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സിലാണോ, 40% അങ്ങനെയാണോ എങ്കിൽ വിജിലൻ്റ് ആയിരിക്കേണ്ട കാര്യമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലെറ്ററിൽ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറീസിന് അയച്ച ലെറ്ററിൽ എക്കോസ് ഉണ്ടായിരുന്നു, എക്കോസ് ഓക്കെ വാർണിംഗ്സ് ഉണ്ടായിരുന്നു. എന്തിൻ്റെ എക്കോ ആണ്? ഇന്ത്യ വാസ് അണ്ടർ ഓഫ് ദി ഡേയ്സ്, എക്കോസ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തിനെ പറ്റിയാ? ഓഫ് ദി ഡേയ്സ്, പണ്ടത്തെ ദിവസങ്ങൾ ഓർമ്മയുണ്ടോ? നമ്മുടെ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയി കിടന്ന കാലഘട്ടത്തെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ഒരു എക്കോ, അതിൻ്റെ ഒരു ചെറിയൊരു കാറ്റ് വീശുന്നത് പോലെ തോന്നിയിരുന്നു എന്നാണ് പറയുന്നത്, ഓർമ്മപ്പെടുത്തൽ. ആൻഡ് ഇറ്റ് എക്സോർട്ടഡ്, അത് എക്സോർട്ട് ചെയ്തു, എന്താണ് എൻകറേജ് ചെയ്തു ഡിസ്ട്രിക്ട് ഒഫീഷ്യൽസിനോട് പറയാണ്, വെൻ റിക്വയർഡ് ആവശ്യം വന്നാൽ ടു ഇമ്പോസ് നൈറ്റ് കർഫ്യൂസ്, രാത്രികാല കർഫ്യൂ വെക്കുക, നിരോധനം വെക്കുക, കർഫ്യൂ വെച്ചോണം. കാര്യം എന്താ, ആവശ്യം വന്നാൽ അത് ചെയ്തോണം, ബിക്കോസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആൻഡ് സ്ട്രിക്ട്ലി റെഗുലേറ്റ് ലാർജർ ഗ്യാതറിംഗ്, റെഗുലേറ്റ് ചെയ്യുക ലാർജർ ഗ്യാതറിങ്സ്. ഇനി ലാർജർ ഗ്യാതറിങ്സ് പാടില്ല, നമ്പർ കർട്ടൈൽ ചെയ്യണം. എന്തിൻ്റെയൊക്കെ? മാരേജസ് ആൻഡ് ഫ്യൂണറൽസ് ആൻഡ് റെസ്ട്രിക്ട് നമ്പേഴ്സ് ഇൻ ഓഫീസസ്. മാരേജസിനും പണ്ടത്തെ പോലെ അല്ല, ഇനിയിപ്പോൾ കല്യാണത്തിനൊക്കെ ആള് അല്ലേ, ഒരു ട്രിപ്പ് വരുന്നു, 2 ട്രിപ്പ് വരുന്നു, 3 ട്രിപ്പ്, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അത് നമുക്ക് നിർത്തി വെക്കാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരോടും കൂടിയാണ്, നിങ്ങളോട് എല്ലാവരും ഇല്ല, മേക്ക് ആൻ ഇൻഡിവിജ്വൽ സ്റ്റെപ്പ്, എന്നാലേ യു ക്യാൻ മേക്ക് ഇറ്റ് കംപ്ലീറ്റ്ലി അല്ലേ. അതാണ്, ബിക്കോസ് ഇത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് റെസ്ട്രിക്ട് നമ്പേഴ്സ് ഇൻ ഓഫീസസ്, ഓഫീസസിലെ നമ്പേഴ്സ് റെസ്ട്രിക്ട് ചെയ്യുക, ഇൻഡസ്ട്രീസിലെ നമ്പേഴ്സ് റെസ്ട്രിക്ട് ചെയ്യുക, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇപ്പോൾ കണ്ടില്ല, ഇപ്പം നമുക്ക് കോവിഡ് ഉണ്ടെന്നോ മാസ്ക് പോലും ഇടാതെ ആൾക്കാർ നടക്കുന്നുണ്ട്. സോ അതൊക്കെ വളരെ എന്താ പറയുക, കമ്മ്യൂണിറ്റി മൊത്തം ബാധിക്കും. സോ അതും വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ ഡിറ്റക്റ്റഡ് പ്രീഎംപ്റ്റീവ് ആക്ഷൻ. പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ട്, പ്രീഎംപ്റ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ പ്രീഎംപ്റ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഇതിലൊരു എനിമി, ഇത് പ്രീഎംപ്റ്റീവ് ആക്ഷൻ ഒരു യൂസേജ് ആണ്. നമ്മൾ സാധാരണ ഒരു കൺട്രിയിൽ പ്രീഎംപ്റ്റീവ് ആക്ഷൻ എടുക്കുന്നത് എപ്പോഴാണ്? ഒരു കൺട്രിയിൽ ഒരു ഫോറിൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് ഒരു അറ്റാക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യും? മുൻകൂട്ടി പ്രിപ്പയർഡ് ആയിരിക്കും. വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദ വേഴ്സ്റ്റ്. അതിനെയാണ് പ്രീഎംപ്റ്റീവ് ആക്ഷൻ എന്ന് പറയുക. ഇപ്പോൾ അങ്ങനെ ഒരു ഫോറിൻ എനിമി തന്നെയാണ് COVID-19 അല്ലെങ്കിൽ അതിൻ്റെ ഒമിക്രോൺ വേരിയൻറ്റ്. സോ അതുകൊണ്ടാണ് പ്രീഎംപ്റ്റീവ് ആക്ഷൻ എടുക്കാൻ റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് about the first paragraph, and let's see about the next one. Maharashtra and Delhi, ini namukku oronnu eduthu parayam specific. Let's go into the specifics. Maharashtra and Delhi have reported the highest number of cases of Omicron, followed by Telangana, Karnataka, Rajasthan, Kerala and Tamil Nadu, and Gujarat. Tamil Nadu illa to. India's daily case count has ebbed and has remained well below 10,000 for most of the month. Ever since May 2020, close to 90% of the adult population has been vaccinated with at least 1 dose. From the numbers alone, India is in a much better position than പറയാം. ഓർമ്മയുണ്ടോ? മഹാരാഷ്ട്രയിലും നമ്മൾ ആദ്യമേ അങ്ങനെ തന്നെയായിരുന്നു, കഴിഞ്ഞ നമ്മുടെ അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. ഫസ്റ്റ് മഹാരാഷ്ട്രയ്ക്ക്, സെക്കൻഡ് ഡൽഹിക്ക് പറയാണ്. ഇവർക്ക് രണ്ടുപേർക്കുമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഒമിക്രോൺ കേസസ് വന്നേക്കുന്നത്. നമുക്കറിയാം ഒബ്വിയസ്ലി ദാറ്റ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. നമ്പർ കൂടുന്നതനുസരിച്ച് happens and വളരെ എന്താ പറയുക ബിസി ഏരിയാസ് ആണ് ഡൽഹി ആൻഡ് മഹാരാഷ്ട്ര, അത് രണ്ടും. പിന്നെ ഫോളോഡ് ബൈ ദാറ്റ് അതിന് പുറകെ ഉണ്ട് തെലങ്കാന ഉണ്ട്, അതിനുശേഷം കർണാടകയുണ്ട്, അതിനുശേഷം രാജസ്ഥാൻ, പിന്നെ കേരളം ഉണ്ട്. ഒട്ടും പുറകെയില്ല, നമ്മൾ പുറകെ ഉണ്ട് കേട്ടോ. നമ്മൾ 4ാമതല്ല 5ാമതുണ്ട് നമ്മൾ. എന്നിട്ടാണ് ഗുജറാത്തും ഉള്ളത്. ഇത്രയും ആൾക്കാരാണുള്ളത്. പക്ഷെ ഇന്ത്യയുടെ ഡെയിലി കൗണ്ട് എടുത്തോ, ഡെയിലി കൗണ്ട് നല്ല കുറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ഡിമിനിഷ്ഡ്, ഇറ്റ് മിറ്റിഗേറ്റഡ്, കുറവാണ്. കാര്യം ലെസൺ ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 10,000 കുറവാണ്, ഡെയിലി എടുക്കുകയാണെങ്കിൽ 10,000 കുറവാണ് ഡെയിലി കൗണ്ട് വരുമ്പോൾ. അത് ശരിക്കും പറഞ്ഞാൽ ഈ മാസത്തെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫോർ ദ മോസ്റ്റ് ഓഫ് ദ മന്ത് എടുക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ മെയ് 2020 ശേഷം ഇത് ആദ്യമായിട്ടാണ് ഈ പറയുന്ന ഇങ്ങനെ ഒരു കുറവ് നമുക്ക് കാണിക്കുന്നത് തന്നെ. അതുകൊണ്ട്
പിന്നെ മാത്രമല്ല വേറൊരു കാര്യമായിട്ടുണ്ട്, അഡൽട്ട് പോപ്പുലേഷൻ എടുക്കുവാണെങ്കിൽ എല്ലാ അഡൽട്ട് പോപ്പുലേഷൻ എടുക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഡോസെങ്കിലും എടുത്തവരാണ് എല്ലാവരും. വാക്സിനേഷൻ അറ്റ്ലീസ്റ്റ് 1 ഡോസെങ്കിലും എടുത്തവരാണ് എല്ലാവരും. 90% അടുത്തുണ്ട് ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞവരെ. പാർഷ്യലി വാക്സിനേറ്റഡ് ആൾക്കാർ. പിന്നെ നമ്പർ മാത്രം എടുത്തോ, ഇപ്പോഴത്തെ നമ്പർ മാത്രം നമ്മളിപ്പോൾ ഈ ഡേറ്റ മാത്രം എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു മച്ച് ബെറ്റർ പൊസിഷനിലാണെന്ന് പറയാം ദാൻ ഫ്രം ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷത്തെ കമ്പാരിറ്റീവ്ലി നമ്മൾ കഴിഞ്ഞ വർഷം എടുക്കുകയാണെങ്കിൽ India is in a much better position from last year or even as recently as this summer when devastating second wave struck a body blow. However, the consternation in the center appears to derive from the experience of last 2 years when waves in Europe and the United States were harbingers of havoc in India. While last year it appeared that vaccines would be world's passport out of the pandemic, it now seems that even a third dose is inadequate. India is overwhelmingly dependent on a single vaccine. In spite of 2 being produced here, none of the mRNA vaccines is available. Drug regulators are yet to clear. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മൾ ഓർമ്മ ഉണ്ടാവുമായിരിക്കും, നമ്മൾ ആദ്യ കാലഘട്ടത്തിലേ നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത് വെച്ച് നോക്കുമ്പോൾ, കഴിഞ്ഞ വർഷത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഫ്രം ലാസ്റ്റ് ഇയർ എടുത്ത് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ഓർ ഈവൻ ആസ് റീസെന്റ് ആസ് ഈ റീസെന്റ് ആയിട്ടുള്ള സമ്മർ എടുത്ത് നോക്കിയോ, അപ്പോഴും എന്താ സെക്കൻഡ് വേവ് വന്നപ്പോൾ നല്ല ഹിറ്റാണ് നമുക്ക് വന്നത്, നല്ലൊരു അടി കിട്ടിയത്, തിരിച്ചടി കിട്ടിയത്. ആ ഡെവസ്റ്റേറ്റിംഗ് എഫക്റ്റ് ഒന്നും ഇപ്പോൾ ഇല്ല, അത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നാൽ ആലോചിക്കുവാണ്, എന്നാൽ പറയുന്നത് എന്നിരുന്നാലും അതേ സമയത്ത് ഞാൻ പറയുകയാണ് ഇറ്റ്സ് എ കോഴ്സ് ഡിവൈസ് അഗൈൻ. എന്നിരുന്നാലും സൂക്ഷിക്കണം. ബിക്കോസ് എന്തുകൊണ്ടാണ് എന്നിരുന്നാലും ഇവിടെ നമ്മൾ എടുത്ത് പറയാൻ കാര്യം, ദ കോൺസെൻട്രേഷൻ, ദ ആൻസൈറ്റി ഇൻ ദ സെന്റർ. അപ്പം ആൻസൈറ്റി ഉണ്ട്, ഒരു ഡിസ്ട്രെസ് ഉണ്ട് ആരുടെ പേരിൽ, നമ്മുടെ ഈ സെന്ററിൽ. എന്തുകൊണ്ടാണ് ഓർമ്മയുണ്ടോ, ലാസ്റ്റ് 2 വർഷം, കഴിഞ്ഞ 2 വർഷത്തിലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ഈ വേവ് തുടങ്ങിയത് എങ്ങനെയാണ്, യൂറോപ്പിൽ ആദ്യം വരുന്നു ആൻഡ് ദെൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. അത് വലിയതായിട്ട് വന്നു, എന്നിട്ടാണ് ഇന്ത്യയിലോട്ട് വന്നത്. ഇതേപോലെയായിരുന്നു ആദ്യത്തെ 2 വേവിലും വന്നിരുന്നത്. എന്നിട്ട് അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ യൂറോപ്പിൽ ആദ്യം വന്നു, ദെൻ കംസ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വന്നപ്പോഴേ വി അണ്ടർസ്റ്റാൻഡ് ദേ ആർ ദ ഫോർ റണ്ണേഴ്സ് ഓഫ് ഹാവക്സ് ഇൻ ഇന്ത്യ. നമുക്ക് എപ്പോഴും ഇതൊരു വാർണിംഗ് ആയിരുന്നു, സൈൻ ഇൻഡിക്കേറ്റേഴ്സ്, അതാ മോനെ ഞാനിതാ വരുവാണ് കേട്ടോ, ഇന്ത്യ ഐ എം കമ്മിങ് എന്ന്. സോ അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ സെന്റർ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ഡിസ്ട്രെസ്സിലാണ് ഇപ്പോൾ സെന്റർ. ഓക്കെ. പിന്നെ ലാസ്റ്റ് ഇയറിൽ നമ്മൾ വിചാരിച്ചിരുന്നു വാക്സിൻ വന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി, വാക്സിൻ വന്നു, നമ്മളെല്ലാവരും വാക്സിനേറ്റഡ് എല്ലാം പ്രശ്നമായി. ബട്ട് വി അണ്ടർസ്റ്റുഡ്, അങ്ങനെ വിചാരിച്ചത് വാക്സിൻസ് വുഡ് ബി ദ വേൾഡ്സ് പാസ്പോർട്ട്, വേൾഡിൻ്റെ ഒരു പാസ്പോർട്ടാണ്, പാൻഡമിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേൾഡിൻ്റെ ഒരു പാസ്പോർട്ടാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഓക്കെ. പക്ഷേ നൗ ഇപ്പം മനസ്സിലായി, 3rd ഡോസ് പോലും നമുക്ക് എന്താവില്ല, ഇറ്റ് ഈസ് ഇന്നാഡിക്വേറ്റ്, അപ്രോപ്രിയേറ്റ് അല്ല, സ്യൂട്ടബിൾ അല്ല എന്ന് മനസ്സിലാവുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ വളരെ എവിഡൻ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അബണ്ടൻ്റ്ലി ഡിപ്പെൻഡ് ഓൺ എ സിംഗിൾ വാക്സിൻ. ഇന്ത്യ ഇപ്പോൾ പക്ക ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പ്രൊഫ്യൂസ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എവിഡൻ്റ്ലി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് ഇന്ത്യ ഒരു വാക്സിൻ്റെ പുറത്താണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. രണ്ട് വാക്സിൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുവാണ്, 2 ബീങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഒറ്റ വാക്സിൻ്റെ ബേസിസിലാണ്, ഒറ്റ വാക്സിൻ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്, ആ ഡിപ്പെൻഡൻസിയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. എന്നാൽ വേറെ ഒരു mRNA വാക്സിൻസും അവൈലബിൾ അല്ല. മാത്രമല്ല ഡ്രഗ് റെഗുലേറ്റേഴ്സ് ഇനി നമുക്ക് ക്ലിയർ വാക്സിൻസ് ഫോർ ചിൽഡ്രൻ ആൻഡ് ബൂസ്റ്റർ ഡോസസ്. ഇതുവരെ കുട്ടികൾക്കുള്ള വാക്സിനെ പറ്റി ഒരു യെസ് കിട്ടിയിട്ടില്ല. വി ഡിഡ്ന്റ് ഗെറ്റ് ആൻ അഫർമേറ്റീവ് ഫ്രം ദി അതോറിറ്റീസ്, ഇതുവരെ കിട്ടിയിട്ടില്ല. ആൻഡ് നോ വേർഡ് അബൌട്ട് എന്താണ് ബൂസ്റ്റർ ഡോസസ് ആസ് വെൽ. ഇതുവരെ ബൂസ്റ്റർ ഡോസുകളെ പറ്റിയും പറയുന്നില്ല. ബൂസ്റ്റർ ഡോസ് പാർട്ട്ലി ഔട്ട് ഓഫ് കൺസേൺസ് ദാറ്റ് ദിസ് മേ ട്രിഗർ എ ഷോർട്ട് ഫോൾ. അതാണ് പ്രശ്നം. A good 40% of adults and there are still the most vulnerable to severe disease are yet to be fully vaccinated. Crowds and public mingling are at a pre-pandemic levels, and the coming months will see huge crowds as part of election campaigning. The true impact of Omicron will be known over the next few weeks, but the center must continue to strike the gong of caution while facilitating greater availability of essential medicines, hospital beds and vaccines. ഇനിയും പ്രശ്നം വീണ്ടും ആലോചിച്ച് നോക്കുക, സ്പ്രെഡ് കൂടുന്നതനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്താ വെച്ചാൽ ചിൽഡ്രൻ്റെ വാക്സിൻ, കുട്ടികൾക്കുള്ള വാക്സിൻ, 18-ന് താഴെയുള്ളവരുടെ വാക്സിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു യെസ് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം ബൂസ്റ്റർ ഡോസ് നമ്മൾ കൊടുക്കുന്നതിന് പാർട്ട്ലി ഔട്ട് ആയിട്ടുള്ളൂ. കാര്യം വെച്ചാൽ അതിനെ നമുക്ക് കൊടുക്കുന്നതിൻ്റെ കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ വന്നാൽ ഇറ്റ് വിൽ ആക്ടിവേറ്റ് എ ഷോർട്ട് ഫോൾ. അപ്പോൾ നമുക്കൊരു ഡെഫിഷ്യൻസി വരും. ഇതുവരെ 2 വാക്സിനേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല ചിലയിടത്തും. കാര്യം 40% ഓഫ് അഡൾട്ട്സ്, ഗുഡ് 40% ഓഫ് അഡൾട്ട്സിനെ എടുക്കുകയാണെങ്കിൽ അവരിപ്പോഴും വളരെ വൾണറബിൾ സെഷൻസ് ഓഫ് ദിസ് ഇതാണ്, ദേ ആർ വൾണറബിൾ ടു സെവറൽ ഡിസീസസ്. കാര്യം നമ്മൾ പറയാമല്ലോ 60 എബോവ് ആയിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളും എന്ന് പറയുന്നവരൊന്നും, കുട്ടികൾ പിന്നെ പോട്ടെ, ചെറിയ കുട്ടികൾ നമ്മൾ വേറെ കാറ്റഗറിയിൽ എടുക്കാം. 60+ അസുഖങ്ങളുള്ള ആൾക്കാരെ എടുത്തോളൂ, അവർ വൾണറബിൾ ആണ് ഡിസീസസിനോട്. അവർ ഇതുവരെ ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടില്ല. ദേ ആർ ടു ബി ഫുള്ളി വാക്സിനേറ്റഡ്. ദാറ്റ് മീൻസ് അവർ ഇനിയും വാക്സിനേറ്റഡ് ആവാനുള്ള അവരുള്ളവരുണ്ട്.
അപ്പോൾ ക്രൗഡ്സും ഈ ആൾത്തിരക്കും അതുപോലെ പബ്ലിക് മിംഗ്ലിംഗ് ഒക്കെ ഇനി കൂടും. പ്രീ പാൻഡമിക് ലെവൽ വരും, ഇതിലോട്ട് വരും, നേരത്തെ പോലത്തേക്ക് വരുവാണ് ഈ വരാൻ പോകുന്ന മന്തിൽ. കാര്യം ഇനി വരാൻ പോകുന്ന മന്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ? വി ആർ ഗോയിങ് ടു സീ ഹ്യൂജ് ക്രൗഡ്, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു സീ ഹ്യൂജ് ക്രൗഡ്സ്. എന്തുകൊണ്ടാണ്? ഇലക്ഷൻ ക്യാമ്പയിനിങ് വരാൻ പോവാണ്. ഇലക്ഷൻ ക്യാമ്പയിനിങ് വരുന്നു, അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ക്രൗഡ് വരുന്നു. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. ഇനി ട്രൂ ഇമ്പാക്ട്, നമുക്ക് ശരിക്കും അതിന്റെ ഒരു ഔട്ട്കം ഇമ്പാക്ട് കാണുന്നത് എപ്പോഴായിരിക്കും? അടുത്ത 2, 3, 4 വീക്കുകളിലുള്ളതാണ്. അതായത് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് കാര്യം മനസ്സിലാവും എന്താണ് ഒമിക്രോണിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. വിൽ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഇറ്റ് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ സെന്റർ മസ്റ്റ് കണ്ടിന്യൂ. ഓദർ ഒരു വാർണിംഗോടെയാണ് പറഞ്ഞിരിക്കുന്നത്. സെന്റർ മസ്റ്റ് സ്ട്രൈക്ക് ദ ഗോങ് ഓഫ് കോഷൻ. ഗോങ് ഓർമ്മയില്ലേ? ബെല്ല്, അറിയില്ലേ? ബെല്ല്. സോ ഗോങ് ഓഫ് കോഷൻ, വാർണിംഗ് ബെല്ലടിക്കുക. വൈൽ ഫെസിലിറ്റേറ്റിംഗ് ഗ്രേറ്റർ അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ മെഡിസിൻ. വാർണിംഗ് ബെല്ല് കൊടുക്കുക എല്ലാവരോടും, ബിക്കോസ് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വാർണിംഗ് ബെല്ല് കൊടുക്കുക. ആൻഡ് ഓൾസോ ഫെസിലിറ്റേറ്റ് ഗ്രേറ്റർ അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ മെഡിസിൻ. അവൈലബിലിറ്റി ഉറപ്പാക്കുക, കേട്ടോ. ഓഫ് മെഡിസിൻ, ഹോസ്പിറ്റൽ ബെഡ്സ് ആൻഡ് വാക്സിൻസ് എന്ന് പറഞ്ഞാണ് ഓദർ വളരെ അനലിറ്റിക്കലായിട്ട് ഇന്ന് അദ്ദേഹത്തിന്റെ റൈറ്റപ്പ് ഇട്ടേക്കുന്നത്, കേട്ടോ. ഇന്നത്തെ ആർട്ടിക്കിൾ അനലിറ്റിക്കലാണ്, ക്ലിയർലി അനലിറ്റിക്കൽ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഗിവിംഗ് ആസ് എ വാർണിംഗ്, കേട്ടോ. ഇതൊരു വാർണിംഗ് കൊണ്ട് തരുന്നുണ്ട്. ആൻഡ് സോ ദാറ്റ് മീൻസ് ഒരു എന്താ പറയുക, എ പ്രിറ്റി ഗുഡ് റൈറ്റപ്പ് ഇന്നത്തെ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോളാം. മനസ്സിലായെന്ന് വിശ്വസിക്കുവാണേ. പ്രാക്ടീസ് ബാച്ച് 13-ാം തീയതി വരെ. പ്രാക്ടീസ് ബാച്ച് 13-ാം തീയതി അല്ലേ നമ്മൾ തീരുന്നത്? യെസ്, ഉറപ്പായിട്ട് സോഫി. ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് ഉടനെ വരും. നിങ്ങൾ ഡെയിലി ഉണ്ടല്ലോ, നമ്മുടെ കൂടെ എന്നും ഉണ്ടല്ലോ. ഡെയിലി മോർണിംഗ് ക്ലാസ്സുകൾ നിങ്ങളില്ലേ? ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് വരുന്നുണ്ട്. ജാനിൽ നമ്മൾ എന്തായാലും ജാനിലെ കൊണ്ടുവരുന്നുള്ളൂ. കാരണം നേരത്തെ നമ്മൾ പഠിച്ചു വെച്ച അവസാനം ഇതാക്കി പോകണ്ട. അതുകൊണ്ടാണ് ഒരു മിഡ് ജാൻ ആകുമ്പോഴേക്കും നമ്മൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത്രയും അതെന്താണെന്നൊരു അക്ഷര നമ്മൾ അതുകൊണ്ടാണ് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാൻ നമ്മൾ പറയുന്നത്. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ പറ്റിയൊക്കെ നമ്മുടെ മലയാളം ന്യൂസ് പേപ്പറിന്റെ പ്രത്യേകത എന്താ? ഭയങ്കര റീജിയണൽ ന്യൂസ് പേപ്പേഴ്സ് ആർ ഓൾവേസ് സബ്ജക്റ്റ്. അതിനോട് ചായ്വുകളുണ്ട്, പല കാര്യങ്ങളും പറയില്ല. അപ്പോൾ ഗവൺമെന്റിനെ ഇത് പ്രീതിപ്പെടുത്താൻ, ചിലപ്പോൾ ഒപ്പോസിഷനെ പ്രീതിപ്പെടുത്താൻ, അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. പക്ഷേ ഹിന്ദു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ എടുത്തോ, അവയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ദേ വിൽ ഫോക്കസ് ഓൺ ദ മേജർ ഇഷ്യൂസ്. അതുകൊണ്ടാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് എപ്പോഴും ഇവിടെ നിന്ന് ആർട്ടിക്കിൾസ് എടുത്ത് പ്രൈസ് ചോദിക്കുക, അല്ലെങ്കിൽ എസ്സേയുടെ ടോപ്പിക്കുകൾ ഇടുക, ഇതിൽ നിന്ന് സെന്റൻസ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അവെയർ ആകാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് സോ കോമ്പറ്റേറ്റീവ്. അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവാണ്, കേട്ടോ. യെസ്, 2 years IT ന്യൂസ് തന്നെ അല്ലേ കേൾക്കുന്നത്? ആളുകളുടെ മനസ്സ് മരവിച്ചു. യെസ്, അതും അതെ, അത് തന്നെ. നെഗറ്റിവിറ്റി മാത്രമല്ല ന്യൂസ് പേപ്പറിൽ നിന്ന് വരുന്നുള്ളൂ, അതുകൊണ്ടുമായിരിക്കും സോഫി. യെസ്, ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ പറയുന്നത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് നേരെ പോകാം. ഇന്നത്തെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ. ഷോ മീ എ തംസ് അപ്പ്. മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇടാം. ഗോങ് എന്ന് പറഞ്ഞ പോലെ മണിയില്ല, മണി. നമ്മൾ ഗോങ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഈ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഗോങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ഈ എന്താ പറയാ, ഈ സയൻസ് സ്റ്റുഡൻസ് അല്ല, ശരിക്കും എന്താ പറയാ, ഈ പറയില്ലേ പള്ളി മണിയൊക്കെ ഇല്ലേ, അതിനാണ് അങ്ങനെ ആ മണി അടിക്കുന്ന സംഭവം ഇല്ലേ, അതിനെ പറയുന്ന പേരാണ് ഗോങ്. ഗോങ് ഓഫ് കോഷൻ, വാർണിംഗ് ബെൽ, ബെൽ ഓഫ് കോഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ നോക്കാം. സ്പോട്ട് ദ ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ, മീൻ വൈൽ പൊളിറ്റിക്കൽ പാർട്ടീസ് കമ്മിറ്റഡ് ടു പീസ് ഇൻ ദ സ്റ്റേറ്റ് peace in the state must seek to diffuse any public anger over the alleged acts of sacrilege and not let them descend into communal tensions. പറയൂ, ഇവിടെ ഏതാണ്? അത് ശരിയാമല്ലേ? എല്ലാവർക്കും ഓരോ പത്രം, മതത്തിനൊരു പത്രം അല്ലെ, പാർട്ടിക്കൊരു പത്രം, മൊത്തം ഒരു അല്ലെ ഡിഫറൻസ് ആണ് നമ്മുടെ റീജിയണൽ ന്യൂസ് പേപ്പേഴ്സ്. ഓക്കെ, പറയൂ, ഇന്നത്തെ സ്പോട്ട് ക്വസ്റ്റ്യൻ പറയൂ. എന്താണ് സ്പോട്ട് എറർ വരാത്തെ? ആൻസർ പറ. എവിടെയാ നിങ്ങൾക്ക് ആൻസർ തെറ്റ് കണ്ടത്? എവിടെയാന്ന് പറ. തെറ്റ് കാണുന്നുണ്ടോ? ക്യാൻ യു സ്പോട്ട് ദ എറർ? സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്കത് അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ?
ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയാം. പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താണ് ആരും ഒന്നും പറയാത്തേ? എന്താ പറ്റി കുട്ടികൾ മിണ്ടാത്തേ? ഇവിടെ നോക്കി പറഞ്ഞേ കാര്യം. എന്താ ഇത്രയും നാൾ നമ്മൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് സ്പോട്ട് ദ എറർ മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? അതല്ലല്ലോ അതിൻ്റെ ശരി. And I need you to give me your answers, okay? ഒന്നും കിട്ടുന്നില്ലെന്നോ? അതാണ് പ്രശ്നം. നോക്കി, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാൻ ഇത് പറയിപ്പിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആരെങ്കിലും ഒരാളെങ്കിലും ആൻസർ പറയണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നാളും പഠിപ്പിച്ച വെറുതെ ആയിപ്പോയില്ലേ? ഞാൻ ഈ പണി നിർത്തി വീട്ടിൽ പോട്ടെ, അങ്ങനെ പോകേണ്ടി വരില്ലേ? നോക്കിയേ, മീൻ വൈ അതേസമയം പൊളിറ്റിക്കൽ പാർട്ടീസ് കമ്മിറ്റഡ് ടു പീസ് ഇൻ ദ സ്റ്റേറ്റ് മസ്റ്റ്, അത് പീസിന് വേണ്ടി കമ്മിറ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് സീക്ക് ചെയ്യണം ടു ഡിയാക്ടിവേറ്റ്. ഡിഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിയാക്ടിവേറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ് ഡിയാക്ടിവേറ്റ് ചെയ്യുക. എന്ത് ഡിയാക്ടിവേറ്റ് ചെയ്യണം? നിർവീര്യമാക്കണം. ഡിയാക്ടിവേറ്റ്. എന്ത് ഡിയാക്ടിവേറ്റ് ചെയ്യണം? എനി പബ്ലിക് ആങ്കർ ഓവർ ദി അലജ്ഡ് ആക്ട്സ് ഓഫ് സാക്രിലേജ്. എന്ത് പബ്ലിക് ആങ്കർ ഉണ്ടാവുകയാണ് എന്തിന്റെ പേരിൽ? അലജ്ഡ് ആക്ട്സ് ഓഫ് സാക്രിലേജിന്റെ പേര് വേണം. നേരത്തെ പറഞ്ഞില്ലേ പേരുള്ള എന്തെങ്കിലും സാക്രിലേജ് അറിയില്ല, ബ്ലാസ്ഫമി. ആൻഡ് നോട്ട് ലെറ്റ് ദം ഡിസെൻഡ് ഇൻ ടു കമ്മ്യൂണൽ ടെൻഷൻ. നോട്ട് ലെറ്റ് ദം ഡിസെൻഡ് ഇൻ ടു. ദം ഇവിടെ പറഞ്ഞ ആരെ പറ്റിയാ? ദം ഇവിടെ പറഞ്ഞ ആരെ പറ്റിയാ? ദം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പബ്ലിക് ആങ്കറിനെ പറ്റിയാണ് അല്ലേ? പബ്ലിക് ആങ്കറിനെ പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞു. എനി പബ്ലിക് ആങ്കർ ഓവർ പ്രപ്പോസൽ ഫ്രേസ് അതിന് മൈൻഡ് ചെയ്യേണ്ട. ഓവർ അലജ്ഡ് ആക്ട്സ് ഓഫ് സാക്രിലേജ് എന്നുള്ള മനസ്സിലാക്കേണ്ട. ആൻഡ് നോട്ട് ലെറ്റ് ദം അല്ല, നോട്ട് ലെറ്റ് ഇറ്റ് ഡിസെൻഡ് ആണ്. അതിനെ താഴോട്ട് പോകരുത് ഇൻ ടു കമ്മ്യൂണൽ ആക്ഷൻ. അത് ഒരു കമ്മ്യൂണൽ ആക്ഷൻ വരെ എത്തിക്കരുത്. ഈ പബ്ലിക് ആങ്കർ, ദേഷ്യം. ആങ്കർ ഇസ് വാട്ട്? ആങ്കർ ഇസ് എൻ അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് നൗൺ ആണ് ആങ്കർ. ആംഗ്രി അഡ്ജക്റ്റീവ്, ആങ്കർ എന്താണ്? നൗൺ ആണ്, അബ്സ്ട്രാക്ട് നൗൺ ആണ്. സോ ആങ്കർ എന്ന് പറയുന്ന ആ നൗൺ ഇറ്റ് ആണ് വരെ അവിടെ. ദം അല്ല, പ്ലൂറൽ അല്ലാതെ സിംഗുലർ ആണ്. ഇറ്റ്സ് ആൻ അൺകൗണ്ടബിൾ നൗൺ, പബ്ലിക് ആങ്കർ. ആൻഡ് നോട്ട് ലെറ്റ് ഇറ്റ് ഡിസെൻഡ് ഇൻ ടു കമ്മ്യൂണൽ ടെൻഷൻസ്. ക്ലിയർ ആയോ? നോട്ട് ലെറ്റ് ദം വരില്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നോക്കിയിട്ട് പറഞ്ഞു മനസ്സിലായേ? മനസ്സിലായോ എന്ന് പറ. കേട്ടോ? അപ്പോൾ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ ഇന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ, ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. സ്പോട്ട് ദ എറർ ഫോർ ടുഡേ. ദിസ് പ്രാക്ടീസ് ഹാസ് ബീൻ ബാൻഡ് ഇൻ ശ്രീലങ്ക ആൻഡ് ദർ ഹാവ് ബീൻ അജിറ്റേഷൻസ് ഫോർ സ്ട്രിഞ്ചന്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദി ലോ. ഒന്നുകൂടെ പറയാണ്. ദിസ് പ്രാക്ടീസ് ഹാസ് ബീൻ ബാൻഡ് ഇൻ ശ്രീലങ്ക ആൻഡ് ദർ ഹാവ് ബീൻ അജിറ്റേഷൻസ് ഫോർ സ്ട്രിഞ്ചന്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ ലോ. ഒരു സ്ക്രീൻഷോട്ട് എടുത്തേ. അബ്സ്ട്രാക്ട് നൗൺ എല്ലാം സിംഗുലർ ആണ്. യെസ്, അബ്സ്ട്രാക്ട് നൗൺ എല്ലാം സിംഗുലർ ആണ്. ഹാപ്പിനെസ് സിംഗുലർ അല്ലേ? ഹാപ്പിനെസ്സസ് എന്ന് നമ്മൾ പറയും. സന്തോഷങ്ങൾ, നോ, ഇറ്റ് സന്തോഷം. സാഡ്നെസ്, സോറോ, എല്ലാം എടുത്തോ. ട്രസ്റ്റ്, ജസ്റ്റ്, എല്ലാം. ജസ്റ്റിസ്, പോവേർട്ടി ഒക്കെ എടുത്തോ. എവറിത്തിങ്, എവറി അബ്സ്ട്രാക്ട് നൗൺ ഇസ് സിംഗുലർ. പഠിക്കണ്ടേ? ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പേരിൽ പഠിച്ച കുട്ടികൾക്ക് എല്ലാം അറിയാം. ബിക്കോസ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്ത നൗണിന്റെ ക്ലാസ്. ഓക്കെ, സോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ആൻഡ് നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എനിക്കൊരു കാര്യം പരിചയപ്പെടുത്തി തരാറുണ്ട്. നിങ്ങൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞു, ഇന്നലെ പെട്ടെന്ന് നമ്മുടെ ഇത് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞതാ, ഞാൻ തന്നെ വന്ന് നിൽക്കുന്നു. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ആപ്പിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, ആപ്പിൽ ഇന്ന് നമ്മുടെ ആപ്പിലുള്ള ഇത് നോക്കാം കേട്ടോ. ഇന്ന് എന്തൊക്കെയാണ് ആപ്പിൽ വന്നേക്കുന്ന ക്വസ്റ്റസ് എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ ദാറ്റ്. ഓക്കെ, നോക്കിയേ, ഇന്ന് നമ്മുടെ ആപ്പിൽ കറണ്ട് അഫയേഴ്സിൻ്റെ നോക്കി. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഞാൻ കുറേ നാളെ നോക്കിയിട്ടും തോന്നുന്നു. കറണ്ട് അഫയേഴ്സ് ഞാൻ നോക്കിയിട്ട് കുറേ നാളെ. അപ്പോൾ യെസ്, നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. കറണ്ട് അഫയേഴ്സ് നോക്കാം, നിങ്ങൾക്ക് ലിസൺ ചെയ്യാം. പോകുമ്പോൾ നിങ്ങൾക്ക് കേട്ടോണ്ട് പോകാം, കറണ്ട് അഫയേഴ്സിനെ പറ്റി കേട്ടോണ്ട് പോകാം. ആ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. ആൻഡ് വീക്ക്ലി PDF ഡൗൺലോഡ് ചെയ്ത് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് നിങ്ങൾ സ്ക്രോളിൽ നോക്കിയേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് വീഡിയോസ് കിട്ടും. നോക്കിയേ, സരിത മിസ്സിൻ്റെ +2 ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റൻസ്, ഈ വീഡിയോസ് ഇവിടെ ഉണ്ട്. നോക്കിയേ, കറണ്ട് അഫയേഴ്സിൻ്റെ PDF ഇവിടെ ഉണ്ട്. നോക്കിക്കേ. അതുപോലെ നോക്കിയേ, ഡെയിലി ക്വിസ്,
FSSIക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഡെയിലി ക്വിസസ് ഉണ്ട്, അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കാം. ആൻഡ് നോക്കുക, നിങ്ങൾക്ക് പോയിന്റ്സ് അച്ചീവ് ചെയ്തിട്ട് ഇപ്പോൾ ഈ നിങ്ങൾ ക്വിസസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. അപ്പോൾ ഈ പോയിന്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ആ പോയിന്റ് നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന അവിടെ പോയിന്റ് കുറയും, അപ്പോൾ നിങ്ങൾക്ക് പൈസ കുറഞ്ഞ് കിട്ടും അത് കേട്ടോ. പിന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യം അറിയാലോ, അഡ്മിറ്റ് കാർഡ് വരും ഉടനെ 3 ആഴ്ചയ്ക്ക് മുമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വീണ്ടും ജനറൽ അവയർനെസ് ക്വസ് കണ്ടോ, പിന്നെ എക്സാം ഡേറ്റിൻ്റെ കാര്യം ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. ആൻഡ് അതുപോലെ PSC LGS വിജ്ഞാപനത്തെ പറ്റി നിങ്ങൾക്ക് കണ്ടു കാണുമായിരിക്കും. ഇതൊക്കെ നമ്മൾ കൊടുത്തേക്കുന്നത് വീഡിയോ അടക്കം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്സിൻ്റെ ക്വസ് റീമമിസിൻ്റെ വീഡിയോ കണ്ടോ, അതുപോലെ നോക്കിക്കേ, ഓരോന്നായിട്ട് നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഇനി അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് ഇന്നലെ സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് വിട്ടുപോയി, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ വിട്ടുപോയി എന്ന് വെച്ചാൽ വീഡിയോസ് എടുക്കുകയാണ് ഞാൻ, വീഡിയോസ് ഇട്ട് കൊടുക്കുക, നിങ്ങൾ ഇത് അടിച്ചു കൊടുക്കുക, ടൈറ്റിൽ അടിച്ചു കൊടുക്കുക, എഡിറ്റോറിയൽ കഴിഞ്ഞ ദിവസത്തെ എഡിറ്റോറിയൽ നിങ്ങൾ മിസ്സായി, അപ്പോൾ നിങ്ങൾ അടിച്ചു കൊടുക്കുകയാണ് എഡിറ്റോറിയൽ 21 എന്ന് കൊടുക്കുക, എഡിറ്റോറിയൽ 21 എന്ന് കൊടുക്കുക, 21 അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എഡിറ്റോറിയൽ കിട്ടി, മന്ത്ലി നിങ്ങൾക്ക് കിട്ടുന്ന എഡിറ്റോറിയൽ കിട്ടി, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ഏതാ നിങ്ങൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചായിരുന്നേ, മിസ് എങ്ങനെ നമുക്ക് ആപ്പിൽ കിട്ടിയ വീഡിയോ, ഈ വീഡിയോസിൽ എടുത്താൽ 21-ാം തീയതി ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എടുത്തു നോക്കാം, പെട്ടെന്ന് ഇതിൽ നോക്കിയിട്ട് റെഫർ ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങൾ പ്ലേ ലിസ്റ്റിലോട്ട് പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അത് കൃത്യമായിട്ട് പ്ലേ ലിസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആപ്പിലും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ വീഡിയോസ് അവൈലബിൾ ആണ്, നോക്കാം കേട്ടോ. അതുപോലെ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാം, അപ്പം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ പറ്റും. ഏത് വീഡിയോസും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം PSC ബുള്ളറ്റിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ നോക്കണോ, നിങ്ങൾക്ക് 1 വേർഡിൻ്റെ വീഡിയോ നോക്കണോ, ഏതാ വേണ്ടത് നിങ്ങൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതുപോലെ അടുത്താണ് ഡെയിലി ക്വിസ്. ഇന്ന് നമുക്ക് ഡെയിലി ക്വിസ് എടുത്ത് നോക്കാം. നോക്കി ഇന്ന് നിങ്ങൾക്ക് ഉള്ള നോക്കിക്കേ, ജോഗ്രഫിയുടെ ക്വിസ് ഉണ്ട് കേട്ടോ, ജോഗ്രഫിയുടെ ക്വിസ് ഉണ്ട്, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ആൻഡ് ജനറൽ അവയർനെസ്സിൻ്റെ ക്വിസ് ഉണ്ട്, GA മൊത്തം ഉണ്ട്, എടുത്തോളൂ കേട്ടോ, അതൊന്ന് നോക്കുക. മാത്സിൻ്റെ ക്വിസ് ഉണ്ട്, പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വിസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് നോക്കുക. ഇതൊക്കെ നിങ്ങൾ അവൈലബിൾ ആക്കുക, ചെയ്ത് നോക്കുക, കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാമല്ലോ. ജനറൽ അവയർനെസ്സിനൊക്കെ ക്വിസ് അവൈലബിൾ ആണ്, നോക്കണം. ആൻഡ് അതുപോലെ തന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു പോയിന്റ് അവൈലബിൾ ആണെന്നുള്ള ഇതാണ്. പിന്നെ ജോബ് അലേർട്ട് എന്താ വേണമുള്ളത് നോക്കണ്ട, ജോബ് അലേർട്ടിനെ പറ്റിയുള്ളത് ഇതെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അവൈലബിൾ ആണ്, വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ക്വിസസ് ഒക്കെ അവൈൽ ചെയ്യുക. ആൻഡ് പിന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്ത താഴോട്ട് നോക്കി, ഇത് ഹോം ആണ് ഞാനിപ്പോൾ എടുത്ത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് എനിത്തിങ്, താഴോട്ട് വന്ന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സിന് ഇത് കിട്ടും. രണ്ടാമത്തെ ഓപ്ഷനാണ് ഡൗട്ട്സ്, ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ തന്നെ ഡൗട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ കിട്ടും. പിന്നെ മൈ കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്, മൂന്നാമത്തെ നോക്കി മൈ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ നിങ്ങളിപ്പോൾ ബുക്ക് പർച്ചേസ് ചെയ്ത ഒരു ആൾക്കാരാണെങ്കിൽ പർച്ചേസിൽ പോയി നോക്കാം. പർച്ചേസിൽ പോയി നോക്കി നിങ്ങളുടെ ബുക്ക് പർച്ചേസ് ഇവിടെ നിങ്ങൾക്ക് കയറാം. ഞാൻ ഈ ബുക്ക് പർച്ചേസ് ചെയ്ത ഒരാളാണ്, ഐ ആം ഗോയിങ് ടു ടേക്ക് ഈ ബുക്ക്, ഞാൻ കോഴ്സ് പർച്ചേസ് ചെയ്യില്ല. അപ്പോൾ ഈ ബുക്ക് എടുക്കുവാണെങ്കിൽ എനിക്ക് ഈ ബുക്ക് എടുത്ത് നോക്കാം, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഈ ബുക്ക് എടുത്ത് അത് നോക്കാം. കുറച്ച് നേരം എടുക്കൂട്ടോ എന്താവാൻ, ഞാനിപ്പോൾ ഓൾറെഡി നെറ്റ് ലോഡിംഗ് ആണ്, നമ്മുടെ യൂട്യൂബ് സ്ട്രീമിംഗ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി ഇത് കുറഞ്ഞത്, അല്ലാതെ വൈഫൈ ഇല്ലാതിരിക്കുന്നതിൻ്റെ അല്ല. ഇറ്റ്സ് ടേക്കിംഗ് എ ലിറ്റിൽ ലോങ്ങർ, ബട്ട് യു അണ്ടർസ്റ്റാൻഡ് അല്ലേ, അത് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ദെൻ അതെന്ത് നോക്കാം, നിങ്ങൾക്ക് പർച്ചേസ് പ്രോഡക്റ്റിൽ കയറി നോക്കാം. ഇനി സ്റ്റോറിൽ കയറി നോക്കിക്കേ, നിങ്ങൾക്ക് സ്റ്റോറിൽ കയറി നോക്കിയാൽ ഇവിടെ ടെസ്റ്റ് സീരീസ് വേണോ, ഈ ടെസ്റ്റ് സീരീസ് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ആരെങ്കിലും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, നമുക്ക് ടെസ്റ്റ് സീരീസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ വീണ്ടും നിങ്ങൾ എടുത്തൊന്ന് പരിചയപ്പെടുത്തരാം. KSന്റെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്, RRCയുടെ അതാണ്, കേരള ഹൈക്കോർട്ടിൻ്റെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. നോക്കിയേ, കേരള ഹൈക്കോർട്ടിൻ്റെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. നോക്കിക്കേ, എല്ലാ മോക്ക് ടെസ്റ്റും അടക്കം പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് 10 ഉണ്ട്, 15 പ്രാക്ടീസ് സെറ്റ് ഉണ്ട്, പിന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് പ്രാക്ടീസ് സെറ്റ് ഇതിലുണ്ട്. ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം. എല്ലാം അവൈലബിൾ ആണ്, ഇപ്പോൾ ചെയ്ത് നോക്കാം ഓൺലൈനായിട്ട്. 20 ക്വസ്റ്റൻസ് ഉള്ള ഈച്ച് സെറ്റിലുള്ള പ്രാക്ടീസ് സെറ്റാണുള്ളത് കേട്ടോ. അപ്പോൾ ജൂലൈ 2021 വരെ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. 6 മാസത്തെ വാലിഡിറ്റിക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതാണ് ടെസ്റ്റ് സീരീസിൻ്റെ പ്രത്യേകത. എല്ലാം അങ്ങനെ തന്നെയാണ്, ഏത് കോഴ്സും നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ നോക്കിയാൽ മതി. ലൈവ് ക്ലാസ്സുകൾ എടുത്ത് നോക്കി, ലൈവ് ക്ലാസ്സുകൾ എടുത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. നമ്മുടെ ഇപ്പോൾ സ്റ്റോറിൽ ഏതൊക്കെയാണ് ഉള്ളത്, 10th പ്രിലിംസിൻ്റെ ബാച്ച് ഉണ്ട്, RRCയുടെ ബാച്ച് ഉണ്ട്, അഗ്രികൾച്ചർ മഹാപാക്ക് ഉണ്ട്, പിന്നെ 12th മെയിൻസിൻ്റെ ക്രാഷ് കോഴ്സ് ഞാൻ പറഞ്ഞു ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതുണ്ട്, പിന്നെ സിവിൽ പോലീസ് ഓഫീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ഉണ്ട്, എക്സൈസ് ഓഫീസറിൻ്റെ ബാച്ച് ഉണ്ട്, കേരള ഹൈക്കോർട്ടിൻ്റെ പ്രാക്ടീസ് ബാച്ച് ഉണ്ട്, പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ബാച്ച് ഉണ്ട്, മഹാപാക്ക് ഉണ്ട്, പിന്നെ വിജയരത്നം കംപ്ലീറ്റ് പ്രിപ്പറേഷൻ കിറ്റ് ഉണ്ട്, KSന്റെ ബാച്ച് ഉണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എടുക്കാം. അതാണ് നമ്മുടെ ആപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കോഴ്സ് എടുക്കുക, ജോയിൻ ചെയ്യാത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റും ലഭിക്കും. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ അവൈൽ ദ ഫ്രീ കണ്ടന്റ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മെയിൻ ആയ കാര്യം. സോ ദാറ്റ്സ് ഇറ്റ്. ആപ്പ് യൂസ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാൻ നേരിട്ട് പോയിട്ട് അഡ 24/7 ആപ്പിൽ നിന്ന്, അഡ 24/7 ആപ്പ് അവിടെ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ താങ്ക് യു എവരി വൺ, താങ്ക് യു സോ മച്ച്. ലൈവിൽ വന്ന എല്ലാവർക്കും, റെക്കോർഡ് വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീണ്ടും
നമ്മുടെ അടുത്ത ദിവസത്തെ ക്ലാസ്സുമായിട്ട് നാളത്തെ ക്ലാസ്സുമായിട്ട് വരാം. അപ്പോൾ ഈ പറഞ്ഞ എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പിള്ളേരെല്ലാവരും കൃത്യമായിട്ട് സ്പോട്ട് തര ക്വസ്റ്റൻ ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞോണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണത്, അതിൽ തെറ്റിക്കാൻ പാടില്ല. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കോമെന്റ് സെക്ഷൻ നിങ്ങളുടെ ആൻസേഴ്സ് അയക്കുക. സജഷൻസ് ആൻഡ് ഡൗട്ട്സ് ഓൾവേസ് വെൽക്കം. ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിറൻസിലൊക്കെ എത്തിക്കുക. ആൻഡ് അതുപോലെ തന്നെ ആപ്പിൻ്റെ കാര്യം മറക്കണ്ട, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇനി ആദ്യമായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കാം. സോ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഹാപ്പി ക്രിസ്മസ് അല്ലേ, ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് എത്താറായി. അപ്പോൾ സ്പ്രെഡ് ദ ജോയ് ആൻഡ് ബി ഹാപ്പി, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ സ്റ്റേ സേഫ്, അതേസമയം സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ആൻഡ് അതുപോലെ തന്നെ ബി ഹാപ്പി, എൻജോയ് യുവർ ഡേ. സീ യു ടുമോറോ. ബൈ.